Okay, so last session നമ്മൾ എവിടെയായിരുന്നു നിർത്തിയേ? ക്ലൈമാറ്റിക് റീജിയൻസ് അല്ലേ? ഓർമ്മ ഉണ്ടോ? ഒരു വലിയ ബ്രേക്ക് ആയി തോന്നുന്നുണ്ട് അല്ലേ? ഗുഡ് ബ്രേക്ക്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ക്ലൈമാറ്റിക് റീജിയൻസ് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റും ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റും. അതിലേതായിരുന്നു മൺസൂൺ ഫോറസ്റ്റ്, ഡെസിഡുവസ് ഫോറസ്റ്റ്. ആൻഡ് അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ കണ്ടു. ലോകത്തിൽ എവിടെയൊക്കെയാണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് അല്ലേ? കുറച്ച് എക്സാമ്പിൾസ് പറയൂ, ഓർമ്മ ഉണ്ടോ? ഓൺലൈൻ സ്റ്റുഡൻസ് ആരെങ്കിലും റെസ്പോണ്ട് ചെയ്ത് നോക്കുക. ഐ ആം വെയറിങ് എ ഹെഡ്സെറ്റ്. ലെറ്റ്സ് സീ ഇഫ് ഇറ്റ്സ് വർക്കിംഗ്. എനിത്തിങ്, എനി ന്യൂ റെയിൻ ഫോറസ്റ്റ് ദാറ്റ് യു ഗൈസ് സ്റ്റഡീഡ് ലാസ്റ്റ് സെഷൻ? പ്രശ്നമില്ല, രണ്ടും കഴിഞ്ഞല്ലോ. സോ ലെറ്റ്സ് ഗോ ഹെഡ് വിത്ത് ദ അതർ റീജിയൻസ്. ബാക്കി റീജിയൻസ് നോക്കാം. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് വി വിൽ ഡീൽ വിത്ത് തോൺ ഫോറസ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ എന്തായിരുന്നു? ഹയസ്റ്റ് റെയിൻഫോൾ ഏരിയ ഗ്രേറ്റർ ദാൻ 200 സെൻറ്റിമീറ്റർ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് 100 to 200 സെൻറ്റിമീറ്റർ, അതായത് ഡെസിഡസ്. അങ്ങനെ ടെമ്പറേച്ചർ കുറഞ്ഞു വരുവാണ്, റൈറ്റ്? സോ ലെസ് ദാൻ 100 അല്ലെങ്കിൽ വെരി ഡ്രൈ റീജിയൻസ്, അവിടെ കാണുന്നതാണ് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ്, മുള്ള് ചെടികൾ, മുള്ള് കാടുകൾ. ഓക്കെ, അപ്പോൾ ട്രീസ് എന്തായിരിക്കും അവിടെ? വലിയ ഹൈറ്റ് വെക്കില്ല. കാരണം എന്താണ്? മോയ്സ്ചർ, ദ ഹൈറ്റ് ഓഫ് ട്രീസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അവൈലബിലിറ്റി ഓഫ് മോയ്സ്ചർ. അതുകൊണ്ടല്ലേ ഗ്രാസ് ലാൻഡ്സ്, അധികം മഴ ഇല്ലാത്ത സ്ഥലത്തായിരിക്കും ഗ്രാസ് ലാൻഡ്സ് ഉള്ളത്, റൈറ്റ്? സോ റെയിൻഫോൾ ലെസ് ദാൻ 75 സെൻറ്റിമീറ്റർ, ഇതാണ് വൺ ഫീച്ചർ. സെക്കൻഡ് ഫീച്ചർ, ട്രീസിന് അധികം ഹൈറ്റ് ഇല്ല. പിന്നെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാം. അക്കേഷ്യാസ് ആൻഡ് യൂഫോർബിയാസ്, ഓക്കെ, കാക്ടസ്, ഇതെല്ലാം തോൺ ഫോറസ്റ്റിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇത് എവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും? ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ലെസ് റെയിൻഫോൾ റീജിയൻസ് അല്ലേ? നമ്മുടെ ഥാർ മരുഭൂമിയിൽ കാണാൻ പറ്റും. പെനിൻസുലാർ റീജിയനിൽ കാണാൻ പറ്റുമോ? പെനിൻസുലാർ റീജിയൻ സൗത്ത് ഓഫ് നർമ്മദാസ് ആൻഡ് വിന്ധ്യ, എവിടെ കാണാൻ പറ്റുക? ഞാൻ ചോദിച്ചത് പെനിൻസുലാർ ഇന്ത്യയിൽ നമുക്ക് തോൺ ഫോറസ്റ്റ് കാണാൻ പറ്റുമെന്നാണ്. ലെസ് റെയിൻഫോൾ റീജിയൻസ് ഉള്ള സ്ഥലത്ത് വരും അല്ലേ? ലെസ് റെയിൻഫോൾ സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? റെയിൻ ഷാഡോ റീജിയൻസ്, നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിന്റെ റെയിൻ ഷാഡോ റീജിയൻ. മഹാരാഷ്ട്രയിലെ സ്ഥലങ്ങൾ കേട്ടിട്ടില്ലേ? മറാത്ത്വാഡ, വിദർഭ, ആന്ധ്രയില് റായൽസീമ, തമിഴ്നാട്ടില് കുറേ സ്ഥലങ്ങൾ ഡ്രൈ ആയിട്ടുള്ള ലീവാർഡ് സൈഡ് അല്ലേ? അപ്പോൾ ഈ എൻറ്റയർ ലീവാർഡ് സൈഡ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സിൽ നമുക്ക് കാണാൻ പറ്റും. ഗുജറാത്തിൽ കാണാൻ പറ്റും, രാജസ്ഥാൻ മരുഭൂമിയിൽ കാണാൻ പറ്റും. സോ ദീസ് ആർ ദ റീജിയൻസ് വേർ നമുക്ക് ഈ കൈൻഡ് ഓഫ് ട്രീസിനെ കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ എക്സാമ്പിൾസ് ഉണ്ട്. ബബൂൽ, നീം കാണാൻ പറ്റും, കേജ്രി. ഓക്കെ, ഇന്റർസ്പേസ്ഡ് ആയിട്ട് ട്രീസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒയാസിസ് ഒക്കെ ഉള്ള സ്ഥലത്ത് കുറച്ചുകൂടി വെജിറ്റേഷൻ ഗ്രോത്തും നമുക്ക് കാണാൻ പറ്റും. സോ ദിസ് ഈസ് ബേസിക്കലി തോൺ ഫോറസ്റ്റ്. ഓക്കെ, കേജ്രി, നീം, ബബൂൾ, ബെയർ, അക്കേഷ്യാസ് ആൻഡ് യൂഫോർബിയാസ് ലെസ് ദാൻ 75 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇത് എവിടെയൊക്കെ കാണാൻ പറ്റും? ആസ് വി ഡിസ്കസ്, രാജസ്ഥാൻ, സൗത്ത് വെസ്റ്റ് പഞ്ചാബ്. പഞ്ചാബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പഞ്ചാബ് ഹാസ് ദ ബോർഡർ വിത്ത് പാകിസ്ഥാൻ, ഡെസേർട്ട് ഏരിയ. സോ പഞ്ചാബിൽ കാണാൻ പറ്റും. വെസ്റ്റേൺ ഹരിയാന, കച്ച് റീജിയൻസ്, സൗരാഷ്ട്ര. ഓക്കെ, പിന്നെ ലീവാർഡ് സൈഡ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്, മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം. സോ ദിസ് ഈസ് ദി NCERT മാപ്പ്. ഹിയർ യു ക്യാൻ സീ, ഇതാണ് തോൺ ഫോറസ്റ്റ്. യു ക്യാൻ സീ ദീസ് റീജിയൻസ്, തോൺ ഫോറസ്റ്റ് കാണുന്ന സ്ഥലങ്ങൾ. എൻറ്റയർ ബെൽറ്റിൽ നമുക്ക് തോൺ ഫോറസ്റ്റ്. സോ ഈ ഒരു റീജിയനിലാണ്, സോ ലെസ് ദാൻ 75 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നൊരു ടൈപ്പ് വെജിറ്റേഷൻ ഉണ്ട്. എന്താണ്? ഡ്രൈ ലാൻഡ് ഫാമിംഗ് അല്ലേ? ഡ്രൈ ലാൻഡ് ഫാമിംഗ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ചോദിച്ചിട്ടില്ല അധികം ഡ്രൈ ഏരിയാസ്. അതിനുശേഷം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെമ്പറേറ്റ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡിൽ കാണുന്നതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡിൽ എവർഗ്രീൻ ഫോറസ്റ്റ് കാണും, ട്രോപ്പിക്കൽ ഡെസിഡുസ് കാണും, ട്രോപ്പിക്കൽ തോൺ കാണും. അതായത് ലോവർ ലാറ്റിറ്റ്യൂഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഹയർ ലാറ്റിറ്റ്യൂഡിലേക്ക് കയറാം. ടെമ്പറേറ്റ് റീജിയൻസ്. ഓക്കെ, ടെമ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാ? എബവ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലേ? എബവ് ആൻഡ് ബിലോ, മിഡ് ലാറ്റിറ്റ്യൂഡ്സ് ബേസിക്കലി. അപ്പോൾ ടെമ്പറേറ്റ് റീജിയനിൽ നമുക്ക് മേജർലി ഫോറസ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ 3 ടൈപ്പ് ഫോറസ്റ്റ് ആണ്. ഒന്ന് ബ്രോഡായിട്ട് ലീഫുള്ള ഫോറസ്റ്റ്, അതിനെ നമുക്ക് ഡെസിഡുവസ് ഫോറസ്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ തേക്ക് ട്രോപ്പിക്കൽ ഡെസിഡുവസ് ആണ്, ബ്രോഡ് ലീഫാണ്. അപ്പം ടെമ്പറേറ്റിലും ഡെസിഡുവസ് ഉണ്ട്. അപ്പോൾ ടെമ്പറേറ്റ് ഡെസിഡുവസ്, അതായത് പർട്ടിക്കുലർ സീസണിൽ ഇല പൊഴിക്കുന്ന ആൾക്കാർ. ഇതിന് എക്സാമ്പിൾസ് ഉണ്ടാവും.
ടെമ്പറേറ്റ് ഡെസിഡ്യൂസ് സ്ഥലങ്ങൾ എവിടെ കാണാൻ പറ്റും? എന്തുകൊണ്ടായിരിക്കും ടെമ്പറേറ്റ് റീജിയനിൽ മരങ്ങൾ ഇല പൊഴിക്കുന്നത്? വാട്ട് കുഡ് ബി ദ റീസൺ? ഒരു എക്സാമ്പിൾ എന്തെങ്കിലും ആലോചിച്ചായിട്ട്. വിന്ററിൽ തണുപ്പിനെ പ്രിവെന്റ് ചെയ്യാൻ. യെസ്, മോയ്സ്ചർ. അപ്പോൾ ആ പരിപാടി തന്നെ, സെയിം ട്രോപ്പിക്കലുള്ള അതേ സംഭവം ടെമ്പറേറ്റിൽ കാണാൻ പറ്റും. സോ ദർ ആർ ടെമ്പറേറ്റ് ഡെസിഡ്യൂസ്. നമ്മൾ ബ്രിട്ടീഷ് ടൈപ്പ് ക്ലൈമറ്റ് പഠിക്കുമ്പോൾ ബ്രിട്ടീഷിൽ നമ്മൾ 4 ക്ലൈമറ്റിക് സീസൺ ഉണ്ടെന്ന് പറയും. ഏതൊക്കെയാ? സമ്മർ, വിന്റർ, ഓട്ടം ആൻഡ് സ്പ്രിംഗ്. ഇല പൊഴിയുന്ന സീസണിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓട്ടം. അപ്പോൾ അതാണ് ഓട്ടം. ഈ ഓട്ടം ഫോട്ടോഗ്രാഫി കണ്ടിട്ടില്ലേ? ഓട്ടം ഫോട്ടോസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ കാണുന്നത്? ഇല കൊഴിയുന്ന ആ വലിയ ഓറഞ്ച് അല്ലേ? സോ ദാറ്റ് ഈസ് ട്രോപ്പിക് ടെമ്പറേറ്റ് ഡെസിഡ്യൂസ്. ബ്രിട്ടീഷ് എക്സാമ്പിൾസ് മാപ്പിൾ, ഓക്ക്. അടുത്തത് ടെമ്പറേറ്റ് കോണിഫറസ്, നീഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള ലീവ്സ്. അപ്പോൾ ടെമ്പറേറ്റ് കോണിഫേഴ്സ് നമുക്കറിയാം ഇന്ത്യയിലും ഉണ്ടല്ലോ. ഇത് നമുക്ക് ലാറ്റിറ്റ്യൂഡിനലിയും കോണിഫേഴ്സ് കിട്ടും, ആൾട്ടിറ്റ്യൂഡിനലിയും കോണിഫേഴ്സ് കിട്ടും അല്ലേ, ഹൈറ്റിൽ പോകുമ്പോൾ. സോ ബേസിക്കലി കോണിഫറസ് മരങ്ങൾ സെഡാർ, ദേവദാരു, പൈൻ, ഫിർ, ജൂനിപ്പർ, സ്പ്രൂസ്, ഇതൊക്കെയാണ് കോണിഫേഴ്സ്. ഇനി ടെമ്പറേറ്റ് ലാറ്റിറ്റ്യൂഡിൽ തന്നെ ചില സ്ഥലങ്ങളിൽ എവർഗ്രീൻ ഫോറസ്റ്റും കാണാൻ പറ്റും. എവർഗ്രീൻ ഫോറസ്റ്റ് വെറും ട്രോപ്പിക്കലാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എവിടെ കാണാൻ പറ്റുക? പോസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ എവിടെയായിരിക്കും ടെമ്പറേറ്റ് റീജിയനിൽ? എവർഗ്രീൻ ആവണമെങ്കിൽ എപ്പോഴും മഴ കിട്ടണം. മഴ കിട്ടുക എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ ലൊക്കേഷൻസ്. ഇപ്പോൾ ബ്രിട്ടീഷ് കോസ്റ്റൽ റീജിയൻസ്, നമ്മുടെ ചിലി, സൗത്ത് അമേരിക്കയുടെ ഒരു ചിലി ഇല്ലേ, ചിലി പെറു, അവിടെയാണ് വാൽഡീവിയ എന്ന് പറയുന്ന ഒരു സ്ഥലം. സോ ദർ ഇസ് ദ ക്ലൈമറ്റ് കോൾഡ് ആസ് വാൽഡീവിയൻ ക്ലൈമറ്റ്. നമുക്ക് സൗത്ത് അമേരിക്ക ഇപ്രാവശ്യം നല്ല ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് സോ പ്ലീസ് സ്റ്റഡി അബൌട്ട് ഇറ്റ്. നമ്മൾ മറൈൻ വെസ്റ്റ് കോസ്റ്റ് ക്ലൈമറ്റ് എന്നൊക്കെ ഡിസ്കസ് ചെയ്തില്ല, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ വാൽഡീവിയൻ ക്ലൈമറ്റ്, ചിലിയിലുള്ളതാണ്. സോ ഹിയർ യു വിൽ, ബിക്കോസ് ഓഫ് ദിസ് കറൻസ് ആൻഡ് എവറിത്തിങ്, യു വിൽ ഗെറ്റ് ടെമ്പറേറ്റ് റീജിയൻസിലും എവർഗ്രീൻ ഫോറസ്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ലാറ്റിറ്റ്യൂഡിൽ, ടെമ്പറേറ്റ് ലാറ്റിറ്റ്യൂഡിൽ ഡെസിഡ്യൂസ് ഉണ്ട്, ദാറ്റ് മീൻസ് ദേ ആർ ബ്രോഡ് ലീഫ്ഡ്. ദെൻ വി ഹാവ് നീഡിൽ ഷേപ്ഡ് ആൻഡ് ഓൾസോ എവർഗ്രീൻ. പർട്ടിക്കുലർ ആയിട്ട് ഷെഡിങ് സീസൺ ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് നമുക്ക് മൗണ്ടൻ എക്കോസിസ്റ്റത്തിനെ പറ്റി പഠിക്കാം. മൗണ്ടൻ എക്കോസിസ്റ്റംസ്. അപ്പോൾ നമുക്കറിയാം ദർ ഇസ് സംതിങ് കോൾഡ് ആസ് നോർമൽ ലാപ്സ് റേറ്റ്. ഉയരത്തിൽ പോകുന്തോറും എന്താ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കുറഞ്ഞു വരില്ലേ? 5 ഡിഗ്രി, 6.5 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇപ്പോൾ ലെറ്റ്സ് സേ ഊട്ടി പോവുകയാണെങ്കിൽ താഴെ എന്ത് കൈൻഡ് വെജിറ്റേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം? അതിൻ്റെ ഫുഡ് ഹിൽസിൽ എന്തായിരിക്കും? ഊട്ടിയുടെ താഴെ, ഐ മീൻ വെൻ യു സ്റ്റാർട്ട് ക്ലൈമ്പിംഗ്, ഊട്ടിയോ കൊടൈക്കനാലോ എനി ഹിൽ സ്റ്റേഷൻ, താഴെ എന്ത് ടൈപ്പ് വെജിറ്റേഷൻ ആയിരിക്കും അതിൻ്റെ ഫുഡ് ഹിൽസിൽ? ഏതാ ലാറ്റിറ്റ്യൂഡ്? ഊട്ടിയൊക്കെ നിൽക്കുന്ന ലാറ്റിറ്റ്യൂഡ് ട്രോപ്പിക്കൽ അല്ലേ? അപ്പോൾ താഴെ ട്രോപ്പിക്കൽ വെജിറ്റേഷൻ അല്ലേ, ട്രോപ്പിക്കൽ എവർഗ്രീൻ. ഹൈറ്റ് കൂടുന്തോറും എന്താണ്? ടെമ്പറേച്ചർ കുറയുന്നു. പിന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ടെമ്പറേറ്റ് ആയിട്ടുള്ള, അതായത് കോണിഫേഴ്സ് കാണാൻ പറ്റും. ഇത് ട്രോപ്പിക്കൽ ലൊക്കേഷൻ ആയതുകൊണ്ട് ടോപ്പ് പൊസിഷനിൽ എന്തില്ല? ആൽപൈൻ ഇല്ലല്ലോ, കാരണം ഇത് ട്രോപ്പിക്കൽ. നമ്മൾ സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ സൗത്ത് ഓഫ് പെനിൻസുല മുകളിൽ ഐസുള്ള പീക്കുകൾ ഇല്ല. പക്ഷെ നമ്മൾ ഹിമാലയത്തിൽ പോവുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇപ്പോൾ അരുണാചൽ പ്രദേശിലുള്ള ഫോർ എക്സാമ്പിൾ നാംഡഫയുടെ കേസ് എടുക്കാം. ഓക്കെ, എനിവേ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കൂ. ദിസ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് നാഷണൽ പാർക്സ് ഹാസ് എ ക്ലൈമറ്റ് ദാറ്റ് വേരീസ് ഫ്രം ട്രോപ്പിക്കൽ, സബ്ട്രോപ്പിക്കൽ, ടെമ്പറേറ്റ്, ആർട്ടിക്? ഇതെല്ലാം ഓപ്ഷൻസ് നോക്കൂ, എല്ലാം ഓൾ ആർ മൗണ്ടൻസ്, എല്ലാം മൗണ്ടൻസ് ആണ്. അപ്പോൾ ചോദിക്കുന്നത് ട്രോപ്പിക്കലും കാണാൻ പറ്റും, സബ് ട്രോപ്പിക്കലും പറ്റും, ടെമ്പറേറ്റും പറ്റും, ആൽപൈനും പറ്റും. അതായത് ചിലപ്പോൾ അതിൻ്റെ ഫുഡ് ഹിൽസിൽ നമുക്ക് ചക്കയും കാണാൻ പറ്റും, ചക്ക ഈസ് ട്രോപ്പിക്കൽ അല്ലേ. മുകളിൽ എത്തിയപ്പോൾ നമുക്ക് ആൽപൈൻ ആയിട്ടുള്ള റോഡോഡെൻഡ്രോൺസ് അല്ലേ, കുഞ്ഞി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉത്തരാഖണ്ഡിൽ നമ്മൾ പറയുന്ന ഒരു സ്ഥലമുണ്ട്, നന്ദാദേവി നാഷണൽ പാർക്കിൽ, വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് അല്ലെ, അവിടെ കണ്ടിട്ടില്ലേ? അത് ഐ മീൻ വെരി ഷോർട്ട് ഷ്രബ്സ് ആണ്, കുറേ ഫ്ലവേഴ്സ് ഒക്കെ ഉള്ള. സോ ഇങ്ങനെയുള്ളത് ഇതിൽ ഏത് സ്ഥലങ്ങളിലാണ് കാണാൻ പറ്റുക എന്നാണ് ഓപ്ഷൻ. കാഞ്ചൻജംഗ, നന്ദാദേവി, നിയോര വാലി, നാംഡഫ. ആൻസർ ഏതാ? നാംഡഫ. വൈ? കാഞ്ചൻജംഗ എന്താ പ്രശ്നം? കാഞ്ചൻജംഗയ്ക്ക് എന്താ പ്രശ്നം? ട്രോപ്പിക്കല് കാണാൻ ചാൻസ് ഇല്ല, കാരണം നമുക്കറിയാം അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? കാഞ്ചൻജംഗ ഏത് മൗണ്ടൻസിലാണ്? ഹിമാലയാസിലെ ഗ്രേറ്റർ ആണോ, ട്രാൻസ് ആണോ, മിഡിൽ ഹിമാലയാസ് ആണോ, ഷിവാലിക് ആണോ? നമുക്കറിയാം അതെവിടെയാണ്? സിക്കിമിലാണ് അല്ലേ. ഏതാ കാഞ്ചൻജംഗ എന്ന് പറയുന്നത്? ഏത് ഹിമാലയാസിലാണ്? ഓപ്ഷൻസ്: ഗ്രേറ്റർ ഹിമാലയാസ്, ട്രാൻസ് ഹിമാലയാസ്, മിഡിൽ ഹിമാലയാസ്, ഷിവാലിക്. ഓപ്ഷൻസ് എന്ത് തോന്നുന്നു?
സിക്കിമിന്റെ ഇപ്പുറത്ത് ആരാ? ഇവിടെ ഒരു രാജ്യമില്ലേ? നേപ്പാൾ. നേപ്പാളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത് റേഞ്ചാ? ഹിമാലയാസിന്റെ എവറസ്റ്റ് ഉള്ള റേഞ്ച് അല്ല. എവറസ്റ്റ് എവിടെയാ? ഗ്രേറ്റർ ഹിമാലയാസ്. അതിന്റെ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ അല്ലേ? സോ കാഞ്ചൻജംഗ ആക്ച്വലി ആ ഒരു ഒറ്റ റേഞ്ചാണ്. ഗ്രേറ്റർ ഹിമാലയൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു റേഞ്ച് ഇല്ലേ? നങ്ക പർവ്വത് തൊട്ട് നാംചാ പർവ്വ വരെ പോകുന്ന ഗ്രേറ്റർ ഹിമാലയാസിൽ സിക്കിമിൽ വരുമ്പോൾ ഉള്ളതാണ് ഈ കാഞ്ചൻജംഗ. അപ്പോൾ കാഞ്ചൻജംഗ ഈസ് ഇൻ ഗ്രേറ്റർ ഹിമാലയാസ്. ഗ്രേറ്റർ ഹിമാലയാസിൽ ഒരിക്കലും നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല? ട്രോപ്പിക്കൽ വെജിറ്റേഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കാഞ്ചൻജംഗ തെറ്റാണ്. നന്ദാദേവി ഏതിലാ? ഉത്തരാഖണ്ഡില്. ശരി, യെസ്. വിച്ച് ഹിമാലയാസ്? ഹുമയൂൺ ഹിമാലയാസ്. അത് ഏതിൽ വരും? മിഡിൽ ഹിമാലയാസ്. അതും യു നോ വേർ ഈസ് ഉത്തരാഖണ്ഡ്? വെരി മച്ച് എബവ് ദി ട്രോപ്പിക്കൽ അല്ലേ? ഉത്തരാഖണ്ഡിലാണ്. ആൻഡ് നന്ദാദേവിയുടെ പ്രത്യേകത എന്താ? വിച്ച് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കണം. അതായത് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ഇന്ത്യ ആണോ അതോ ഇന്ത്യയിൽ അതിന്റെ ഭാഗം എന്തായാലും ഓക്കെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതാ? നന്ദാദേവിയാണ് ഹയസ്റ്റ് പീക്ക്. കാഞ്ചൻജംഗയാണ് ഹയസ്റ്റ് പീക്ക്, ബട്ട് ഇറ്റ്സ് കുറച്ച് ഏരിയ ഇറ്റ്സ് ഇൻ നേപ്പാൾ. ഓക്കെ, സോ ദ ഹയസ്റ്റ് പീക്ക് കംപ്ലീറ്റ്ലി ഇൻ ഇന്ത്യ ഇസ് നന്ദാദേവി. ഡി ജൂറെ. ഡി ഫാക്ടോ ആണെങ്കിലോ? സോറി, ഡി ഫാക്ടോ. ഡി ജൂറെ ആണെങ്കിൽ മൗണ്ട് K2 ആണ്. പക്ഷെ അതെവിടെയാ? നമ്മുടെ അടുത്തല്ല, പാകിസ്ഥാന്റെ കയ്യിലല്ലേ. സോ ഹയസ്റ്റ് പീക്ക് ശരിക്കും പറഞ്ഞാൽ മൗണ്ട് K2 ആണ്. അത് ഇതിലാ വരുന്നത്. നമുക്ക് ഇന്ത്യൻ ഹിമാലയസ് പറയുമ്പോൾ പറയാം. എനിവേസ്, പക്ഷെ നന്ദാദേവി അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഓഫ് ഇന്ത്യ. സോ ട്രോപ്പിക്കൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നന്ദാദേവിയിലാണ് നമ്മൾ എന്താണ് കോൾഡ് ഡെസേർട്ട് സിറ്റുവേഷനും പിന്നെ ഈ വാലി ഓഫ് ഫ്ലവേഴ്സ് ഒക്കെ ഉള്ളത്. സോ ട്രോപ്പിക്കൽ ഇല്ല. നിയോറ വാലി എവിടെയാ ലൊക്കേഷൻ? വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ നമുക്കറിയാലോ ട്രോപ്പിക്കൽ ലൊക്കേഷൻ ആണ്. അല്ല. പിന്നെ നാംഡഫയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ ഹാവിംഗ് ട്രോപ്പിക്കൽ ആസ് വെൽ ആസ് ദി ആൽപൈൻ വെജിറ്റേഷൻ. സോ ഇങ്ങനെയാണ് നമുക്ക് മൗണ്ടൻ എക്കോസിസ്റ്റത്തിനെ ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് UPSC ഫ്രെയിം ചെയ്യാം. ഓക്കെ, എപ്പോഴും ഓർത്തിരിക്കുക. സോ ഹയർ മൗണ്ടൻ റേഞ്ചസ്, ഹയർ ലാറ്റിറ്റ്യൂഡിലുള്ള ഹയർ മൗണ്ടൻ റേഞ്ചസ് എക്സാമ്പിൾ ഏതൊക്കെയാ? നന്ദാദേവി, കാഞ്ചൻജംഗ. ഇതിലൊന്നും ഒരിക്കലും ട്രോപ്പിക്കൽ വെജിറ്റേഷൻ ഉണ്ടാവില്ല. ലോവർ ലാറ്റിറ്റ്യൂഡ് ട്രോപ്പിക്കൽ റീജൻസ് എന്തുണ്ടാവില്ല? ഫോർ എക്സാമ്പിൾ ഊട്ടി, കൊടൈക്കനാലൊക്കെ പറഞ്ഞില്ല, അവിടെ എന്തുണ്ടാവില്ല? ആൽപൈൻ വെജിറ്റേഷനും. ഓക്കെ, സോ ദിസ് ഈസ് ദ വൺ ഫേവറേറ്റ് ഏരിയ. വേറെയും ചോദിച്ചിട്ടുണ്ട് UPSC. See this question. Which one of the following national park lies completely in the temperate alpine zone? Temperate, tropical അല്ല, temperate alpine. ആൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആൽപ്പ് മൗണ്ടൻസ് അല്ലേ? ഏതാ? മാനസ് നാഷണൽ പാർക്ക് ആണോ? മാനസ് എവിടെയാ? ആസാം. മാനസ് ഒരു ട്രാൻസ്ബൗണ്ടറി റിവർ അല്ലേ? ഭൂട്ടാനിൽ നിന്ന് ഇങ്ങനെ വന്ന് ആസാമിൽ കയറി ബ്രഹ്മപുത്രയിൽ ജോയിൻ ചെയ്ത നദിയാണ് മാനസ്. ഓക്കെ, അല്ല. നാംഡഫ നമ്മൾ നേരത്തെ പറഞ്ഞു, കണ്ടോ? PYQ റിപ്പീറ്റഡ് ആണ്. ഇല്ല, ഇതിൽ എന്തുണ്ട്? ട്രോപ്പിക്കൽ ഉണ്ട്. നിയോറ വാലി എഗെയിൻ റിപ്പീറ്റഡ് ആണ്, ഫേവറേറ്റ് ഏരിയ. ഇവിടെ ഇല്ല. വാലി ഓഫ് ഫ്ലവേഴ്സ്. നേരത്തെ ചോദിച്ചത് നന്ദാദേവി എന്നായിരുന്നു. സെയിം അല്ലേ? നന്ദാദേവി. സോ ഇതാണ് ആൻസർ. സോ ഈ ഒരു UPSC ഓൾറെഡി ചോദിച്ചിട്ടുള്ള നാഷണൽ പാർക്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. അതങ്ങ് തറവായിട്ട് പഠിക്കുക. അത് വന്നാൽ തന്നെ നമുക്ക് കുറേ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി. സോ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ലേറ്റർ യു ക്യാൻ റീഡ്. നാംഡഫയിലും നന്ദാദേവി, കാഞ്ചൻജംഗ ഇപ്പൊ പറഞ്ഞു തന്ന കാര്യം തന്നെ. ലേറ്റർ യു റീഡ് ഇറ്റ്. ഇതാണ് കൺസെപ്റ്റ് മൗണ്ടൻ എക്കോസിസ്റ്റത്തിന്റെ. അപ്പോൾ സിൻസ് ദേ ഹാവ് ആസ്ക്ഡ് അബൌട്ട് നാംഡഫ, അതിന്റെ തൊട്ടപ്പുറത്താണ് ആരുള്ളത്? ദിഹാങ് ദിബാങ് ബയോസ്ഫിയർ റിസർവ്, അരുണാചൽ പ്രദേശിലുള്ളത്. സോ സെയിം അവിടെ ഈ സംഭവം തന്നെയാണ്. ട്രോപ്പിക്കൽ കാണാൻ പറ്റും, സബ് ട്രോപ്പിക്കൽ കാണാൻ പറ്റും, ടെമ്പറേറ്റ് ഫോറസ്റ്റ് സെയിം ആണ്, സബ് ആൽപൈൻ ആൻഡ് ആൽപൈൻ മെഡോസ്. ഈ ആൽപൈൻ എന്ന് പറയുന്നത് ടുണ്ട്ര അല്ലേ? ഐസ് പോലെയുള്ള, റൈറ്റ്? അപ്പൊ അവിടെ എന്താ നമുക്ക് കാണാൻ പറ്റുക? ആൽപൈൻ ഷ്രബ്സ് ആയിരിക്കും. ഓക്കെ, ദിഹാങ് ദിബാങ് ബയോസ്ഫിയർ റിസർവ്. കുറച്ച് എക്സ്ട്രാ കണ്ടന്റ്. I have put the location, ദിഹാങ്ങിന്റെയും ദിബാങ്ങിന്റെയും. Namdafa, you can see the location. Later you can read. Okay, so these are the types of ഫോറസ്റ്റുകൾ. ഇനി നമുക്ക് എന്ത് ഡീൽ ചെയ്യാം? ഇപ്പോൾ ഫോറസ്റ്റ് ആർ റീജിയൻ ഹാവിങ് ട്രീസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാസ് ലാൻഡ്സ് ആണ്. ഫോറസ്റ്റിൽ കുറച്ച് വാട്ടർ കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മരങ്ങൾക്ക് വളരാൻ പറ്റില്ല. ഓക്കെ, പിന്നെ അത് ഗ്രാസ് ആവും. ഒന്നും കൂടെ കുറച്ച് കഴിഞ്ഞാൽ ഡെസേർട്ട് ആവും. സോ ഗ്രാസ് ലാൻഡ്സ് ആർ ദി ട്രാൻസിഷണറി ലാൻഡ്സ്കേപ്പ് ബിറ്റ്വീൻ ഫോറസ്റ്റ് ആൻഡ് ഡെസേർട്സ് അല്ലേ? ട്രാൻസിഷൻ സോൺ ആണ് ഗ്രാസ് ലാൻഡ്. ഒന്നും കൂടെ
വാട്ടർ അവൈലബിൾ ആണെങ്കിൽ അത് ഫോറസ്റ്റ് ആയി മാറും, റൈറ്റ്? സോ നൗ ഡിപ്പെൻഡിങ് ഓൺ ദിസ് വാട്ടർ അവൈലബിലിറ്റി നമുക്ക് പല ടൈപ്പ് ഗ്രാസ് ലാൻഡ്സിനെയൊക്കെ ഡിസ്കസ് ചെയ്യാം, ലൊക്കേഷനോ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ട്രോപ്പിക്സിൽ കാണുന്ന ഗ്രാസ് ലാൻഡ്സ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സവന്ന സുഡാനിൽ കാണുന്നതാണ്. ഓക്കെ, സുഡാൻ. അപ്പോൾ ഇതാണല്ലോ നമ്മുടെ ആഫ്രിക്ക. അപ്പോൾ UPSC ചോദിക്കുക എന്തായിരിക്കും, ഇവിടെയുള്ള വെജിറ്റേഷൻ്റെ ടൈപ്പ് ചോദിക്കാം, പിന്നെ ഇവിടെ എന്താണ് ക്ലൈമാറ്റിക് കണ്ടീഷൻ, ഏത് മാസമാണ് മഴ പെയ്യുക, അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സവന്നയിൽ. അപ്പോൾ നമുക്ക് അറിയേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയാസിലൊക്കെ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഈ വേരിയേഷൻ ഇൻ വെദർ ഈസ് ബിക്കോസ് ഓഫ് ദി മൈഗ്രേഷൻ ഓഫ് പ്രഷർ ബെൽറ്റ്സ് ആണ്. അപ്പോൾ ആഫ്രിക്കയിൽ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് സംതിങ് കോൾഡ് ITC സെറ്റ്. ഈ ITC സെറ്റ് സമ്മർ സീസണിൽ എങ്ങോട്ട് പോകും? നോർമലി ഇതല്ലേ ഇക്വേറ്റർ അല്ലേ, ദിസ് ഈസ് വെർ ദി ഇക്വേറ്റർ ഈസ്, നോർത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും ITC സെറ്റ്. ഓക്കെ, അപ്പോൾ ITC സെറ്റ് എവിടെ നിൽക്കും? യൂഷ്വലി സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അല്ലേ എവിടെ വരിക? ഡെസേർട്ടുള്ള സ്ഥലത്ത്, സഹാറൻ ഡെസേർട്ടുള്ള സ്ഥലത്ത്. പക്ഷെ അവിടത്തേക്ക് ITC സെറ്റ് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ നൗ ദിസ് ഈസ് എ റീജിയൻ ഓഫ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ, അല്ലെങ്കിൽ ഇതാണ് ലോ പ്രഷർ അല്ലേ? അപ്പോൾ ഇവിടേക്ക് ആര് വരും? വിൻസ് വരും. ഓക്കെ, അതെങ്ങനെ വരുന്നത്? ഈ കടലിൽ നിന്നാണ് വരുന്നത്, അറ്റ്ലാന്റിക് ഓഷനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ സമ്മർ സീസണിൽ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് ഓൺ ടു ദി ഷോർ, ഓൺ ഷോർ വിൻസ് മഴ കൊണ്ടുവരും. എവിടെ? ഈ ഒരു സുഡാൻ റീജിയനിൽ. അപ്പോൾ സമ്മർ സീസൺ ഈസ് ഹാവിങ് റെയിൻഫോൾ. ഓക്കെ, ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ ഈ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ITC സെറ്റ് മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിലൂടെ റെയിൻഫോൾ വരുന്നത്. ഓക്കെ, ഇനി വിന്ററിൽ എന്താ നടക്കുന്നത്? ITC സെറ്റ് താഴോട്ട് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ITC സെറ്റ് എവിടെയാണ്? ഇവിടേക്കല്ലേ കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ നോക്കൂ, വിൻസ് എവിടുന്നാണ് വരുന്നത്? ഇൻലാൻഡ് ആണ്, ഡെസേർട്ടിൽ നിന്നാണ് ഇപ്പോൾ കാറ്റ് വരുന്നത്. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഓഫ് ഷോർ വിൻസ് എന്ന് വിളിക്കാം. ഈ ഓഫ് ഷോർ വിൻസ് വെറ്റ് ആണോ? അല്ല, ഡ്രൈ ഓഫ് ഷോർ വിൻസ് ആണ്. അത് കാരണമാണ് നമ്മുടെ സുഡാൻ റീജിയൻ എന്താണ്? ഇൻ വിന്റർ ദർ ഈസ് ഡ്രൈ, ദർ ഈസ് നോ റെയിൻഫോൾ. ഓക്കെ, അപ്പോൾ ഈ സവന്നയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ സീസണിൽ മഴ കിട്ടും, വിന്റർ സീസണിൽ ഡ്രൈ ആണ്. ഇത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സവന്നയെന്നാണ് നമ്മൾ ചീറ്റേനെ പിടിച്ച് ഇന്ത്യയിൽ കൊടുത്തിട്ടത്. ചീറ്റേനെ. ഇന്ത്യയുടെ പ്രത്യേകത എന്താ? സമ്മറിൽ മഴ ഉണ്ടാവും? ഉണ്ടല്ലോ. സമ്മറിൽ ദർ ഈസ് റെയിൻഫോൾ ആൻഡ് വിന്ററിലോ ഡ്രൈ കണ്ടീഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതേ സിമിലർ ക്ലൈമാറ്റിക് റീജിയനുള്ള സ്ഥലത്തല്ലേ ഈ ചീറ്റേനെ കൊടുത്തിടാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. സോ സമ്മർ ഈസ് wet because of the onshore winds and winter is dry because of the offshore trade winds coming from the desert. ഇതാണ് സവന്ന ഗ്രാസ് ലാൻഡ്സ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ്. ഇതിന്റെ വേറെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതെങ്ങനെ ഒക്കർ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? ബിക്കോസ് ഓഫ് ദി ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, സോ ഇവിടെ ഒരു അൾട്ടർനേറ്റ് ആയിട്ട് ഒരു വെറ്റും ഉണ്ട്, ഒരു ഡ്രൈയും സീസണും ഉണ്ട്. സോ ദർ ഇസ് എ പ്രോപ്പർ വെറ്റ് ആൻഡ് എ പ്രോപ്പർ ഡ്രൈ സീസൺ. ഇതാണ് UPSC യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്. യൂഷ്വലി ഡെഫിനറ്റ് ഡ്രൈ ആൻഡ് വെറ്റ് സീസൺ ഉള്ള ഒരു സ്ഥലമാണ് സുഡാൻ ടൈപ്പ്. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത രാത്രി ക്ലിയർ സ്കൈ ആണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ക്ലിയർ സ്കൈ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ക്ലൈമറ്റോളജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇൻവേർഷൻ സംഭവിക്കില്ല, ബട്ട് റാദർ എപ്പോഴും ഇൻവേർഷൻ സംഭവിക്കണമെന്നില്ല. അത് ലോങ് വിന്റർ നൈറ്റിലെ സംഭവിക്കുള്ളൂ, റൈറ്റ്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? റേഡിയേഷൻ കാരണം ലാൻഡ് കൂളാവും, അപ്പോൾ സൂപ്പർ കൂൾഡ് ആവും, അത്രേ ഉള്ളൂ. സോ ക്ലിയർ സ്കൈ അറ്റ് നൈറ്റ് എന്താവും? ബിക്കോസ് ഓഫ് ദിസ് ദ സവന്ന ഗ്രാസ്ലാൻഡ്സ് ബിക്കം സൂപ്പർ കൂൾ. അപ്പോൾ രാവിലെ ഇറ്റ് ഈസ് ടു ഹോട്ട് ആൻഡ് നൈറ്റ് ഇറ്റ് ഈസ് വെരി കൂൾ. സോ ദാറ്റ്സ് വൈ ദേ ഹാവ് ഹൈ ഡയേണൽ ടെമ്പറേച്ചർ റേഞ്ച്. ഇപ്പോൾ ഓർത്തിരിക്കുക, സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ക്ലൗഡ്ലെസ് ആണ് സവന്ന. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു ഓൺ ഷോർ വിൻസ് ഡ്യൂറിങ് സമ്മർ, ഓഫ് ഷോർ വിൻസ് ഇൻ വിന്റർ. ഇനി ഇവിടെ നമുക്കറിയാം, നമ്മൾ ഡിസ്കവറി ചാനലും അനിമൽ പ്ലാനറ്റും ഒക്കെ കണ്ടത് നമുക്കറിയാം. ഈ സവന്നയിൽ എങ്ങനെയാ കുറേ ഗ്രാസ് ലാൻഡ്സ് ആണ്, ടോളർ ഗ്രാസസ് ആണ്. ടോളർ ഗ്രാസ്, അതിൻ്റെ ഇടയിൽ ആരോ വിളിച്ചിരിക്കുന്നത്? ലയൺ ആൻഡ് അതർ പ്രെഡേറ്റേഴ്സ്. എന്നിട്ട് ജിറാഫ് അല്ലേ, ജിറാഫ് ഇവരൊക്കെയാണ് ഇവിടെ ജീവിക്കുന്നത്. ഇടയ്ക്ക് എന്തുണ്ട്? ജിറാഫിന് തിന്നാനായിട്ട് ട്രീസും ഉണ്ട്. സോ സവന്നയുടെ പ്രത്യേകത, ദേ ഹാവ് ടോൾ ഗ്രാസസ് പ്ലസ് ഇന്റർസ്പേസ്ഡ് ഷോർട്ട് ട്രീസ്. ജിറാഫിന് തിന്നാൻ വേണ്ടി പാകത്തിനുള്ള കുറച്ച് ട്രീസ്, വലിയ മരങ്ങളില്ല, ബിക്കോസ് അത്രയും പ്രോപ്പറായിട്ട് റെയിൻഫോൾ കിട്ടാത്തതുകൊണ്ട്. സോ ദേ ഹാവ് ട്രീ. ഇതാണ് ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ദേ ഹാവ് ട്രീ. ഓക്കെ, ഇത് പറയാൻ കാരണം ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സിൽ ട്രീ ഇല്ല, നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നീട്. ഓക്കെ,
ഓക്കെ. പിന്നെ ഇതിന്റെ പ്രത്യേകത ഇത് ട്രോപ്പിക്സിൽ മാത്രമാണ്. ഒബ്വിയസ്ലി ദാറ്റ്സ് വൈ വി ആർ കോളിംഗ് ഇറ്റ് ആസ് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ്. സുഡാൻ ടൈപ്പ് ആണ്. ഷോർട്ട് പ്ലാന്റ്സ് ആണ്. എലിഫൻസ്, ജിറാഫ്, ലയൺ, ചീറ്റ ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഈ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് ബ്രസീലിൽ കാണും. അതിനെ വിളിക്കുന്ന പേരാണ് കാമ്പോസ്. കാമ്പോസ്. വെനസ്വേലയിൽ ലാനോസ്. ലാനോസ് ഇൻ വെനസ്വേല, കാമ്പോസ് ഇൻ Brazil. So that is tropical grasslands, also known as savanna grasslands. I hope you guys understood how does this form because of the migration of ITCZ. Clear alay? Okay. Usually varum. Yes. Appo no, what you are asking is nipo ഇങ്ങനെ വിൻഡ് വന്നല്ലോ, ഓടുന്ന് വന്നാലും ഇവിടെ ഡ്രൈ അല്ലേ, ഇവിടെ ആരാ ഉള്ളേ? ഇവിടെ ഇവിടെ എന്നാലും ലാൻഡ് തന്നെയല്ലേ, പിന്നെ മെഡിറ്ററേനിയൻ അല്ലേ. മെഡിറ്ററേനിയൻ ഒക്കെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് റെയിൻഫോൾ അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ആൻഡ് ഓൾസോ യു നോ മെഡിറ്ററേനിയൻ ഈസ് എ ഹൈലി സാലൈൻ. സാലിനിറ്റി ഒന്നും ഇപ്പോൾ പറയണ്ട, ബട്ട് ആസ് യു ആസ്റ്റ് മെജോറിറ്റി ഇത് ഇവിടുന്ന് വരുന്നുണ്ട്. ഓക്കെ, ഇത് മനസ്സിലല്ലേ, സമ്മർ സീസണിൽ മഴ. നൗ യുവർ ഡൗട്ട് മേ ബി എന്താണ്, വിന്റർ സീസണിൽ ഇവിടുന്ന് വരില്ലെന്ന് ഉണ്ട്. പക്ഷെ എന്നാലും ഇത് കണ്ടില്ല, മെയിൻലി ലാൻഡ് ബേസ്ഡ് അല്ലേ, ഓഫ് ഷോർ അല്ലേ. മോസ്റ്റ് സ്ട്രോങ്സ്റ്റ് വിൻഡ്സ് വിൽ ബി ദിസ് ഓൺലി. വരും ഒബ്വിയസ്ലി ITCZ ഈസ് ഏരിയ ഓഫ് കൺവേർജൻസ് വരും, പക്ഷെ സിഗ്നിഫിക്കൻ്റ്ലി വരുന്നത് ഈ ഒരു അറ്റ്ലാന്റിക്കിൽ നിന്ന് വരുന്ന വിൻഡ്സ് ആണ്. ഓക്കെ. അടുത്തത് നമുക്ക് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സിനെ പറ്റി പഠിക്കാം. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് എവിടെയൊക്കെ കാണാൻ പറ്റും? നോർത്ത് അമേരിക്കയിൽ കാണാൻ പറ്റും, അതിനെ വിളിക്കുന്ന പേരാണ് പ്രേറി. പിന്നെ നമുക്ക് യൂറേഷ്യയിൽ കാണാൻ പറ്റും, അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പി. ഓക്കെ, സോ സ്റ്റെപ്പിയുടെ പ്രത്യേകത എന്താ? ട്രീ ഇല്ല. സ്റ്റെപ്പി ഈസ് ട്രീലെസ് ഗ്രാസ് ലാൻഡ്സ്. ഓക്കെ, ആൻഡ് വെൻ യു കമ്പയർ സ്റ്റെപ്പി വിത്ത് അവർ സവന്ന, എന്തായിരിക്കും കമ്പാരിസൺ? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സവന്ന ആൻഡ് സ്റ്റെപ്പി? ഹൈറ്റ് ഓഫ് ഗ്രാസസ്. സ്റ്റെപ്പി ഈസ് ഷോർട്ട് ആൻഡ് സവന്ന ഈസ് ടോളർ. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റെപ്പിയുടെ ഒരു മേജർ ഫീച്ചർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടിനെന്റാലിറ്റി ആണ്. കോണ്ടിനെന്റാലിറ്റി. ഓക്കെ, കോണ്ടിനെന്റൽ ലൊക്കേഷൻസിലാണ് സ്റ്റെപ്പി ഗ്രാസ് ലാൻഡ്സ് ഉണ്ടാവുന്നത്. പക്ഷെ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് ശ്രദ്ധിച്ചല്ലോ, നമ്മുടെ ഇപ്പോൾ സുഡാനിലാണെങ്കിൽ മാരിടൈം എഫക്റ്റ് രണ്ട് സൈഡിൽ നിന്നും വരുന്നുണ്ട്. പക്ഷെ യൂറേഷ്യ ആണെങ്കിൽ, റഷ്യ, അത്രയും വൈഡ് ആയിട്ട് കിടക്കുന്ന ലോക്ക്ഡ് കോണ്ടിനെന്റൽ റീജിയൻസ് ആണ്. പ്രേറി ആണെങ്കിൽ കൂടെ തന്നെ. സോ കോണ്ടിനെന്റാലിറ്റി ആണ് അത് കൂടുതൽ കോണ്ടിനെന്റാലിറ്റി കാരണം എന്താണ്, മാരിടൈമിന്റെ മോഡറേറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ എന്താ വിൻഡ്സ് ഫ്രം ഓഷ്യൻസ് അധികം വരാത്തത് കാരണം അത്രയ്ക്ക് വാട്ടറിന്റെ അവൈലബിലിറ്റി ഇല്ല ഇൻ സ്റ്റെപ്പി കമ്പയർഡ് ടു സവന്ന. അത് കാരണം സ്റ്റെപ്പീസ് ഗ്രാസസ് ആർ ഷോർട്ടർ. ഓക്കെ, ഇനി സ്റ്റെപ്പിയെയും പ്രേറിയെയും കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാ കൂടുതൽ മോയ്സ്ചർ കിട്ടുന്നത്? പ്രേറീസ്. അത് കാരണം പ്രേറീസ് ആർ മച്ച് ടോളർ ദാൻ സ്റ്റെപ്പി. ഓക്കെ, പക്ഷെ സ്റ്റെപ്പിയിലും പ്രേറിയിലും ട്രീസ് ഇല്ല, സവന്നയിൽ ട്രീസ് ഉണ്ട്. ഓക്കെ, ഇനി സ്റ്റെപ്പിയുടെ പ്രത്യേകത എന്താ? സ്റ്റെപ്പി ഈസ് ദ പ്ലേസ് ഓഫ് യൂറേഷ്യ. നമ്മൾ പറഞ്ഞല്ലോ, ആ ഹൈലി കോണ്ടിനെന്റൽ ആയിട്ടുള്ള ആ സ്ഥലം. അവിടെയാണ് ആരൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചത്? നെപ്പോളിയനും പിന്നെ ഹിറ്റ്ലറൊക്കെ പോയി റഷ്യയിലേക്ക് ഇൻവേഡ് ചെയ്യാൻ പോയത്. എക്സ്ട്രീം ക്ലൈമറ്റ്സാ, അത് കാരണമുള്ള അവർ തോറ്റത്. അവരുടെ ബ്ലണ്ടർ എന്ന് പറഞ്ഞാൽ നെപ്പോളിയനിക് ബ്ലണ്ടർ ഒക്കെ എന്തായിരുന്നു? ഈ എക്സ്ട്രീം ക്ലൈമറ്റ്സാ. ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ ചൂട്, സമ്മർ. ഓക്കെ, ആൻഡ് വിന്റർ വിൽ ബി ഓൾസോ എക്സ്ട്രീം. അതാണ് സ്റ്റെപ്പിയുടെ പ്രത്യേകത. ബിക്കോസ് ഓഫ് ദ കോണ്ടിനെന്റാലിറ്റി, എക്സ്ട്രീമിറ്റീസ് ആണ്. ഓക്കെ, ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് എന്നൊക്കെ പറയില്ല. നെപ്പോളിയന്റെ ആ ബ്ലണ്ടർ മനസ്സിലാക്കാതെ പിന്നെ ഹിറ്റ്ലർ പോയി, അപ്പൊ ഈ യൂറേഷ്യയിൽ പെട്ടുപോയി അല്ലേ? അങ്ങനെയാണ്. എനിവേ, ട്രീലെസ് ആണ്. ഓക്കെ, ഇനി in northern hemisphere steppies are more extensive compared to southern hemisphere. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് UPSC തരാൻ ചാൻസ് ഉണ്ട്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്റ്റെപ്പീസ് ആർ മോർ എക്സ്റ്റെൻഡ്, പരന്ന് കൂടുതൽ ഏരിയയിൽ സ്പ്രെഡഡ് ആണ് കമ്പയർഡ് ടു സദേൺ ഹെമിസ്ഫിയർ, ലൈക്ക് ഇൻ സൗത്ത് അമേരിക്കയിലോ സൗത്ത് ആഫ്രിക്കയിലോ ഓസ്ട്രേലിയയിലോ. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും എന്താണെന്നറിയോ, കൂടുതൽ ഓഷ്യൻസ് ഉള്ളത് എവിടെയാ? സൗത്തിലാണ്. അപ്പോൾ കൂടുതൽ മഴ കിട്ടുമല്ലോ, കൂടുതൽ ഗ്രാസസ് ഉണ്ടാവില്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഗ്രാസസ് അല്ല ഉണ്ടാവുക, ഫോറസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മഴ ഇങ്ങനെ കുറഞ്ഞു നിന്നിരിക്കണം, എപ്പോഴും മോയ്സ്ചർ കുറഞ്ഞിരിക്കണം. അപ്പോൾ എന്തായിരിക്കണം? കൂടുതൽ കോണ്ടിനെന്റൽ ആവുകയാണ് വേണ്ടത് അല്ലേ?
മോയ്സ്ചർ കുറഞ്ഞായിരിക്കണം, അത് കാരണം. അപ്പോൾ ഈ പോയിന്റ് ഓർത്തിരിക്കുക. സോ ബിക്കോസ് ഓഫ് ദ സദേൺ ഹെമിസ്ഫിയറിൽ എന്തുണ്ട്, മാരിടൈം എഫക്റ്റ് ഉണ്ട്, അത് കാരണം മഴ, മോയ്സ്ചർ സപ്ലൈസ് മോർ. അപ്പോൾ ഗ്രാസ് ലാൻഡ്സ് മാറി അത് ഫോറസ്റ്റ് ആയി മാറും. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ഗ്രാസ് ലാൻഡ്സ് ആർ മോർ എക്സ്റ്റെൻസീവ്. ഇവിടെയായിരുന്നു നൊമാഡിക് ഹേർഡേഴ്സിന്റെ സ്ഥലം. ആര്യൻസ് ആർ സെറ്റ് ടു ബി പീപ്പിൾ ഫ്രം ദീസ് ഏരിയ. അവർ അവിടുത്തെ പുല്ലൊക്കെ തീർന്നപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് ഇൻഡസ് വാലിയിലേക്ക്. ഓക്കെ, സോ ദാറ്റ് ഈസ് സ്റ്റെപ്പി. പ്രയറി ഞാൻ പറഞ്ഞു, പ്രയറി ഈസ് ഇൻ USA ആൻഡ് കാനഡ ആൻഡ് ഓൾ ദിസ് റീജിയൻ. മച്ച് ടോളർ കമ്പയർഡ് ടു സ്റ്റെപ്പി ബിക്കോസ് ഓഫ് മോർ അവൈലബിലിറ്റി ഓഫ് നോർത്ത് അമേരിക്ക ഉണ്ടല്ലോ, രണ്ട് സൈഡിലും ഉണ്ടല്ലോ ഓഷ്യൻസ്. സോ മാരിടൈം എഫക്റ്റ് ഈസ് മോർ. സോ ദാറ്റ് ഈസ് എ റീസൺ. ഓക്കെ, സദേൺ ഹെമിസ്ഫിയറിലെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സിന്റെ പേര് ഏതൊക്കെയാണ്? നമുക്ക് പമ്പാസ്, അർജന്റീനയിലും ഉറുഗ്വേയിലും. ഇവിടെയാണ് ഒരു ലോക്കൽ കോൾഡ് വിൻഡ് അടിച്ചിട്ട് ഇവിടുത്തെ പിന്നെ ഈ ആട്ടിടയന്മാർക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. വാട്ട് ഈസ് എ ലോക്കൽ വിൻഡ് കോൾഡ് ആസ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അർജന്റീനയിൽ ഒരു കോൾഡ് വിൻഡ്. സൗത്ത് അമേരിക്കയിലെ ലോക്കൽ വിൻഡ്സ് ഏതൊക്കെയാ? ഇല്ല, സൗത്ത് അമേരിക്കയിലെ ലോക്കൽ വിൻഡ്സ് ഓർത്ത് പറഞ്ഞോളൂ. വെദർ ബീറ്റ് ഹോട്ട് ഓർ കോൾഡ് ഓർ സൗത്ത് അമേരിക്കയിലെ. സൗത്ത് അമേരിക്ക എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ? യെസ്. ഇവിടെ ആരാളെ? ആൻഡീസ് മൗണ്ടൻസ്. ആൻഡീസ് മൗണ്ടൻസിന് ഡിസെൻഡ് ചെയ്ത് പോകുന്ന വിൻഡിന്റെ പേരെന്താ? ഹോട്ടായിട്ട് ചിനൂക്ക് എവിടെയാ? നോർത്ത്. അപ്പൊ ഇവിടെ കിട്ടുന്നുണ്ടോ ഒരു ഫോൺ വിൻഡ്? സോണ്ട വിൻഡോ, സോണ്ട എവിടെയാണ്? ഹോട്ട് വിൻഡ്. ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പാംപറോ എന്ന് പറയുന്ന ഒരു വിൻഡാണ്. പാംപറോ ഇറ്റ്സ് എ കോൾഡ് വിൻഡ്. പാംപറോ ഒരു കോൾഡ് വിൻഡാണ്. അത് ഈ പമ്പാസിലൂടെ പോകുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഓർത്തിരിക്കുക, പമ്പ, പാംപറോ. സൗത്ത് ആഫ്രിക്കയിലാണ് വെൽറ്റ്. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങൾ അല്ലേ? അത് ഇടേക്കുമല്ലോ. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് പല സ്ഥലങ്ങളിൽ. ഡൗൺ ഓർ കാൻഡർബറി, ഇതാണ് ഉദ്ദേശിച്ചത്? കാൻഡർബറി. ആ അതെ, അത് വിൻഡ് അല്ല, അത് നമ്മുടെ ഗ്രാസ് ലാൻഡിന്റെ പേരാ. എവിടെ? നമ്മുടെ ന്യൂസിലാൻഡിലെ ഗ്രാസ് ലാൻഡിന്റെ പേരാണ് കാൻഡർബറി. ഓക്കെ, സോ ദാറ്റ് ഈസ് വേരിയസ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ്. കേട്ടിട്ടില്ലെങ്കിൽ ഇത് വായിക്കാം കേട്ടോ. അടുത്ത് നോക്കാം. സോ ഇതാണ് ബേസിക്കലി നൗ വി വിൽ ഡിസ്കസ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ്, ടെമ്പറേറ്റ് അതായത് സ്റ്റെപ്പിയും, ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് അല്ലെങ്കിൽ സവന. എന്താ ഏതിലായിരിക്കും ഷോർട്ടർ ട്രീസ്? സ്റ്റെപ്പിയിൽ ഷോർട്ടർ ബിക്കോസ് ഓഫ് ഷോർട്ടർ ട്രീസ് അല്ല, ഷോർട്ടർ ഗ്രാസസ് ബിക്കോസ് ലെസ് മോയ്സ്ചർ. കൂടുതൽ പ്രസിപ്പിറ്റേഷൻ ട്രോപ്പിക്കൽ സവന്നയിലാണ്. പിന്നെ സ്റ്റെപ്പിയിൽ ആരില്ല? ട്രീസ് ഇല്ല. ഇവിടെ ഇന്റർസ്പേസ്ഡ് ട്രീസ്, അക്കേഷ്യാസും എല്ലാം കാണും. സോ ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റെപ്പി ആൻഡ് സവൻ. ക്ലിയർ ആണോ? അപ്പോൾ നമ്മളിപ്പോൾ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, സവന്ന എങ്ങനെയാണ് അവിടെ വിൻഡിന്റെ വേരിയേഷൻ വരുന്നത് ഡിസ്കസ് ചെയ്തു. സ്റ്റെപ്പീസും പ്രയറിയും സദേൺ ഹെമിസ്ഫിയറിലെ ഗ്രാസ് ലാൻഡ്സും ഡിസ്കസ് ചെയ്തു. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു റീജിയൻസിലാണ് ഈ ലോക്കൽ വിൻസും വരുന്നത്. ഫോർ എക്സാമ്പിൾ ചിനൂക്ക്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ? ഈ ചിനൂക്ക് എവിടെ പോവും? നമ്മുടെ പ്രയറിയിൽ പോവും വിന്റർ സീസണിൽ. സോ അവിടെയും ഹാബിറ്റേഷൻ പോസിബിൾ ആക്കും. സോ ഇതൊക്കെയാണ് ആ ലോക്കൽ വിൻസിന്റെ എഫക്റ്റ്. ഫോൺ വിൻഡ്, ആൽപ്സ് മൗണ്ടൻസ്, ലേറ്റർ യു ക്യാൻ റീഡ്. ഓക്കെ, ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, UPSC PYQ ആണ്, 2013 ചോദിച്ചത്. ക്ലൈമറ്റ് ഈസ് എക്സ്ട്രീം, റെയിൻഫോൾ ഇസ് സ്കാൻറ്റി ആൻഡ് ദ പീപ്പിൾ യൂസ് ടു ബി നൊമാഡിക് ഹേർഡേഴ്സ്. നൊമാഡ്സ്. നൊമാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചോദിച്ചോളൂ. എന്തായിരുന്നു ഡൗട്ട് വല്ലതും ഉണ്ടായിരുന്നോ? ഓ സംബടി ഓക്കെ, ഇംഗ്ലീഷിൽ എടുക്കാൻ പ്രശ്നമില്ല. ബാക്കിയുള്ളവർ ഓക്കെ ആണോ? മലയാളികൾ ഒരു സ്റ്റുഡൻറ് ഇംഗ്ലീഷിൽ എടുക്കുമെന്ന്. സോ സംബടി വാണ്ട് എൻറ്റയർലി ഇൻ ഇംഗ്ലീഷ്. സി no, okay, so see the thing is so who was asking, could you please ask me like online somebody asked for the English, no? Please talk to me. Oh yeah, okay, I'll wait. സ്റ്റെപ്പീഡിയും പ്രയറിയോ
Okay, that means you are asking what is the difference between temperate grasslandil തന്നെ അമേരിക്കയിലെ ഗ്രാസ് ലാൻഡ്സിന്റെയും യൂറേഷ്യയുടെ ഗ്രാസ് ലാൻഡ്സും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത് അല്ലേ? ആണോ? യെസ്. അപ്പോ നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ, രണ്ട് സൈഡിലും ആരുണ്ട്? ഓഷ്യൻസ് ഉണ്ട്, ഓഷ്യൻ. പക്ഷെ യൂറോപ്പ് എന്ന് പറയുമ്പോൾ പരന്ന് കിടക്കുകയാണ്, ദർ ഇസ് നോ ഓഷ്യൻ, ഡിസ്റ്റൻസ് കൂടുതലാണ്. എവിടുന്ന്? സ്റ്റെപ്പിയിൽ നിന്നും ഓഷ്യൻസിലേക്ക്. പക്ഷെ പ്രയറിക്ക് എന്താണ് കൂടുതൽ മോയ്സ്ചർ സപ്ലൈ വരുന്നത് കാരണം ഇവിടുത്തെ ഗ്രാസസ് വിൽ ബി മോർ ടോളർ. ഇവിടുത്തെ സ്റ്റെപ്പീസ് വളരെ കോണ്ടിനെന്റൽ ലൊക്കേഷൻ ആയത് കാരണം എക്സ്ട്രീം ക്ലൈമറ്റ് ആയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഷോർട്ടർ ഗ്രാസസ് ആവും. മനസ്സിലായോ? അതാണ് പ്രയറിയും സ്റ്റെപ്പിയും തമ്മിലുള്ള വ്യത്യാസം. പ്രയറിയിൽ ടോളർ ഗ്രാസസ് ബിക്കോസ് ഓഫ് മോർ മോയ്സ്ചർ. ഓക്കെ, സോ 2013 ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദേവർ ആസ്കിങ്, ഇതാ ചോദിക്കുകയാണ്. സോ ക്ലൈമറ്റ് എക്സ്ട്രീം ആണ്. എക്സ്ട്രീം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, റൈറ്റ്? റെയിൻഫാൾ ഈസ് സ്കാൻഡി ആൻഡ് ദ പീപ്പിൾ യൂസ് ടു ബി നൊമാഡിക്. ഏതാ ആൻസർ? ഏതാ? സെൻട്രൽ ഏഷ്യൻ സ്റ്റെപ്പ്. ഓക്കെ, സോ യു ഷുഡ് നോ അബൌട്ട് ദീസ് ക്ലൈമാറ്റിക് റീജിയൻസ്. എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി ഈ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സിൽ കാണുന്ന സോയിലിന്റെ പേരാണ് ചെർണോസേം. ഷെർണോബിൽ എന്ന് കേട്ടിട്ടില്ലേ? റഷ്യയിലെ. അപ്പോൾ ഷെർണോ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? റഷ്യൻ വാക്കാന്ന് മനസ്സിലായി. അപ്പോൾ എവിടെയാണ്? റഷ്യൻ ഗ്രാസ് ലാൻഡ്സിൽ കാണുന്ന ഷെർണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ വാക്കിൽ ബ്ലാക്ക് എന്നാണ് അർത്ഥം. അപ്പോൾ ബ്ലാക്ക് ഹ്യൂമസ് കണ്ടന്റ് അധികമുള്ള ഒരു ടൈപ്പ് ഓഫ് സോയിൽ എവിടെയാണ് കാണുന്നത്? ഈ സ്റ്റെപ്പീസിൽ കാണുന്ന സോയിൽസിനെ വിളിക്കുന്ന പേരാണ് ഷെർണോസം സോയിൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻ സ്റ്റെപ്പിയിലോ പ്രേറിയിലോ കാണുന്ന സോയിലിനെയാണ് ഷെർണോസം സോയിൽ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്ലൈമറ്റ് നമുക്കിനി ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ട്രോപ്പിക്കൽ ഇന്ത്യയിൽ കാണുന്നതെല്ലാം ഡിസ്കസ് ചെയ്തു അല്ലെ? ട്രോപ്പിക്കൽ എവർഗ്രീൻ, ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ്, കോണിഫർ, അതെല്ലാം ഡിസ്കസ് ചെയ്തു. വി ഓൾസോ ഡിസ്കസ്ഡ് അബൌട്ട് ദി സുഡാൻ ടൈപ്പ് അല്ലെ? ദെൻ വി ഓൾസോ ഡിസ്കസ്ഡ് അബൌട്ട് ദി സ്റ്റെപ്പി, എല്ലാം ഡിസ്കസ് ചെയ്തു. നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് മെഡിറ്ററേനിയൻ. മെഡിറ്ററേനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? ഈ ഒരു റീജിയൻ ആണ് അല്ലെ? ഈ ഒരു റീജിയൻ, അതായത് പോർച്ചുഗൽ, സ്പെയിൻ തൊട്ട് ഈ ഒരു റീജിയൻ. This is more closer towards equator than towards pole. ശരിയാണോ? മെഡിറ്ററേനിയൻ ഈസ് മോർ ക്ലോസർ ടുവേർഡ്സ് ഇക്വേറ്റർ ദാൻ ടുവേർഡ്സ് പോൾ. അത് കാരണം ഇതിനെ നമുക്ക് വാം ആണ് എന്ന് പറഞ്ഞ് വിളിക്കാം. സോ ഈ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിൽ നമ്മൾ എന്ത് വിളിക്കും? വാം ടെമ്പറേറ്റ് ലൊക്കേഷൻ അല്ലേ ഇത്? വാം ടെമ്പറേറ്റ്. ഇത് വെസ്റ്റ് അല്ലേ കോണ്ടിനെന്റിന്റെ? അപ്പോൾ ഇതിനെ വെസ്റ്റേൺ മാർജിൻ ക്ലൈമറ്റ് എന്ന് വിളിക്കും. നിങ്ങൾക്ക് കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഏർലിയർ ക്ലാസ്സിൽ ഞാൻ പെട്ടെന്ന് വാം ടെമ്പറേറ്റ്, കൂൾ ടെമ്പറേറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ ടെസ്റ്റ് ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് എന്തുകൊണ്ടാണ് വാം ടെമ്പറേറ്റ് വെസ്റ്റേൺ മാർജിൻ ക്ലൈമറ്റ്, ഓൾസോ നോൺ ആസ് മെഡിറ്ററേനിയൻ എന്ന് വിളിക്കുന്നത് മനസ്സിലായോ? ഓക്കെ, ടെമ്പറേറ്റ് ലാറ്റിറ്റ്യൂഡാണ്, വാമറാണ് അല്ലേ, ആൻഡ് വെസ്റ്റ് കോസ്റ്റിലാണ്, വെസ്റ്റ് കോസ്റ്റ് ക്ലൈമറ്റ്. ഇതിനെയാണ് പിന്നെ നമ്മൾ എന്ത് വിളിക്കുന്നത്? മെഡിറ്ററേനിയൻ എന്ന് വിളിക്കുന്നത്. ഈ ലാറ്റിറ്റ്യൂഡ് തന്നെ ഇങ്ങനെ പിടിച്ചു പോയാൽ ഇവിടെ ആരുണ്ട്? വാം അല്ലേ, ക്ലോസർ ടുവേർഡ്സ് ഇക്വേറ്റർ, ഈസ്റ്റ് കോസ്റ്റ്, വാം ടെമ്പറേറ്റ് ഈസ്റ്റ് കോസ്റ്റ് ക്ലൈമറ്റ്. ഇതിന് എക്സാമ്പിൾ ആണ് ആര്? നമ്മുടെ ചൈന, ചൈന ടൈപ്പ്. അപ്പോൾ മെഡിറ്ററേനിയൻ വെസ്റ്റിലും അതേ ലാറ്റിറ്റ്യൂഡ് പിടിച്ചു പോയാൽ നമുക്ക് ചൈനയും കിട്ടി. ഇത് സെറ്റായോ? അതുകൊണ്ടാണ് ചൈനയെ നമ്മൾ എപ്പോഴും വാം എന്ന് വിളിക്കുന്നത്, ബിക്കോസ് ഇറ്റ്സ് മോർ ക്ലോസർ ടുവേർഡ്സ് ട്രോപ്പിക് ദാൻ ടുവേർഡ് പോൾസ്. ഈ ഒന്നും കൂടി ലാറ്റിറ്റ്യൂഡ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രിട്ടീഷ് സ്ഥലമെത്തി. ബ്രിട്ടീഷ് ടൈപ്പ് കേട്ടിട്ടില്ലേ? ബ്രിട്ടീഷ് ഈസ് ക്ലോസർ ടുവേർഡ്സ് പോൾ ദാൻ ടുവേർഡ്സ് ഇക്വേറ്റർ. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? വാം എന്ന് വിളിക്കുമോ? ഇല്ല, കൂൾ ടെമ്പറേറ്റ് വെസ്റ്റേൺ മാർജിൻ ക്ലൈമറ്റ്. ഇതേ ലാറ്റിറ്റ്യൂഡ് ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ എവിടേക്കാ? നമ്മുടെ സൈബീരിയ, നമ്മുടെ ഈസ്റ്റ് ഓഫ് റഷ്യ, അവിടെ ആര് വരും? ലോറൻഷ്യൻ ക്ലൈമറ്റ് അല്ലെങ്കിൽ കൂൾ ഈസ്റ്റേൺ ടെമ്പറേറ്റ് ക്ലൈമറ്റ്. ഇതാണ് നെയിമിംഗ്, നോമൻക്ലേച്ചർ വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യാം. ആദ്യം മെഡിറ്ററേനിയൻ ഡിസ്കസ് ചെയ്യാം. മെഡിറ്ററേനിയനിലും നടക്കുന്നത് ഇത് തന്നെയാണ്. എന്താ? ഷിഫ്റ്റിംഗ് ഓഫ് പ്രഷർ ബെൽറ്റ്സ് ആണ്. യൂഷ്വലി ഇവിടെ ആയിരിക്കും നമ്മുടെ ആരുണ്ടാവുക? ITCs ഉണ്ടാവുക. ആൻഡ് ഇവിടെ ആയിരിക്കും ആരുണ്ടാവുക? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അല്ലേ? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ. എന്നിട്ട് വെസ്റ്റേളീസ് ഇങ്ങനെ വരില്ലേ? ആൻഡ് യൂഷ്വലി വെസ്റ്റേളീസ് അല്ല, ട്രേഡ് വിൻസ് ഇങ്ങനെ വരും, വെസ്റ്റേളീസ് ഇങ്ങനെ പോകും, റൈറ്റ്?
ഇനി സമ്മറിൽ എന്തായിരിക്കും നടക്കുക? ഇതാണ് യൂഷ്വൽ പൊസിഷൻ. സമ്മറിൽ എന്താ നടക്കുക? സമ്മർ ഓഫ് മെഡിറ്ററേനിയൻ പ്രഷർ ബാൻഡ്സ് വിൽ ഷിഫ്റ്റ് ടുവേർഡ്സ് നോർത്ത് അല്ലേ? അപ്പോൾ ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഇവിടുന്ന് മാറി എവിടേക്ക് കയറി വരും? മെഡിറ്ററേനിയന്റെ മുകളിലേക്ക് കയറി വരും. ഇപ്പൊ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഇവിടെയാണ്. അപ്പൊ എന്താ സംഭവം? ഇവിടെ മഴ പെയ്യില്ല, കാരണം ഇവിടെ ഡിസെൻഡിങ് എയർ ആണ്, ക്ലൗഡ് ഫോർമേഷൻ നടക്കില്ല. സോ ഇൻ മെഡിറ്ററേനിയൻ റീജിയൻ സമ്മറിൽ എന്താ നടക്കുന്നത്? ഡ്രൈ കണ്ടീഷൻസ്, നോ റെയിൻഫോൾ. വിന്ററിൽ എന്ത് സംഭവിക്കും? താഴേക്ക് മൈഗ്രേറ്റ് ചെയ്ത് തിരിച്ച് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഇവിടെ എത്തും. ഇപ്പൊ ആരാ? വെസ്റ്റേർലീസ് അല്ലേ ഇവിടെ ഇരിക്കുന്നത്? വെസ്റ്റേർലീസ് എന്ത് ചെയ്യും? ഇവിടുന്ന് മോയ്സ്ചർ എടുക്കും, ഇവിടുന്ന് മോയ്സ്ചർ എടുക്കും, മെഡിറ്ററേനിയൻ നിന്ന് എടുത്തിട്ട് ഇവിടെ മഴ കൊടുക്കും. സോ ഇൻ വിന്റർ ദേ ഗെറ്റ് റെയിൻഫോൾ, ഇൻ സമ്മർ ദേ ഹാവ് ഡ്രൈ കണ്ടീഷൻസ്. അതാണ് മെഡിറ്ററേനിയൻ ബിക്കോസ് ഓഫ് ദി ഷിഫ്റ്റിംഗ് ഓഫ് പ്രഷർ ബെൽറ്റ്സ്. ക്ലിയർ ആയോ എവരി വൺ? ഓൺലൈൻ സ്റ്റുഡൻസിന് മനസ്സിലായില്ലേ? ഓക്കെ, ഐ ടി സി സെറ്റ് അല്ലേ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. അതെപ്പോഴും ഓർക്കുക. സവന്നയിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഏത് ബെൽറ്റാ പറഞ്ഞേ? അത് ട്രോപ്പിക്കൽ ലൊക്കേഷൻ അല്ലേ? ട്രോപ്പിക്കൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇന്ത്യ ആവട്ടെ ആഫ്രിക്ക ആവട്ടെ ട്രോപ്പിക്കൽ ആയത് കാരണം നമ്മൾ എപ്പോഴും അതിനെ പറ്റി ഏത് പ്രഷർ ബെൽറ്റിനെ പറ്റി സംസാരിക്കണം? ഐ ടി സി സെറ്റിനെ. ഇപ്പൊ മൺസൂൺ ആണെങ്കിലും ഐ ടി സി സെറ്റ് പറഞ്ഞിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് ടെമ്പറേറ്റ് ലൊക്കേഷൻ ആയത് കാരണം മെഡിറ്ററേനിയൻ നമ്മൾ എപ്പോഴും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. വരച്ചു നോക്കിയാൽ മതി. ഓക്കെ, സോ ഇൻ സമ്മർ they are dry because of the ആന്റി സൈക്ലോൺസ് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ എഴുതുക. ആന്റി സൈക്ലോൺസ് അല്ലേ? ആന്റി സൈക്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രഷർ, ഡിസെൻഡിങ് ആൻഡ് ഡൈവേർജിങ് എയർ ആണ് ഇവിടെ വരുന്നത്. ക്ലിയർ? മെഡിറ്ററേനിയൻ. സോ ഒരു നമ്മൾ പറയില്ലേ സമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാവണം, വിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയാവണം. അതാണല്ലോ അതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ്. അങ്ങനെ വരുന്ന ക്ലൈമാറ്റിക് കണ്ടീഷനാണ് നമ്മുടെ മെഡിറ്ററേനിയൻ. സോ വാം ആൻഡ് dry summer, wet winter, okay, then കാരണം വെസ്റ്റേർലീസ് ആണ് വിന്റർ സീസണിൽ വരുന്നത് അല്ലേ? ഇൻ സമ്മർ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ആണ്. അപ്പൊ ഈ സമ്മറിൽ എന്താ നടക്കുന്നത്? നല്ല ഡ്രൈ കണ്ടീഷൻസ് ആണ്. അതുകൊണ്ട് അവിടെ ഫോറസ്റ്റ് ഫയേഴ്സ് വരും. ഫോറസ്റ്റ് ഫയേഴ്സ്. അപ്പൊ ഈ മെഡിറ്ററേനിയൻ റീജിയനിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ വലിയ ഹൈ ടോൾ ട്രീസ് ഉണ്ടായിരിക്കില്ല. എപ്പോഴും ഷോർട്ടായിട്ട് വാട്ടർ കൺസർവേഷൻ അഡാപ്റ്റേഷൻസ് ഒക്കെ ഉള്ള ഷോർട്ടർ ട്രീസ് ആയിരിക്കും എവിടെ ഉണ്ടാകുന്നത്? മെഡിറ്ററേനിയൻ. ഓക്കെ, ഇവിടെ നടക്കുന്ന ഒരു ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ പേരാണ് ട്രാൻസ്ഹ്യൂമൻസ്. ഇത് മൈഗ്രേഷൻ ആണ്. മൈഗ്രേറ്റ് ചെയ്താൽ തിരിച്ച് അവിടേക്ക് തന്നെ എത്തും. നൊമാഡിസം അല്ല. നൊമാഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോയി പോകും. ഇത് നമ്മളിപ്പോൾ ജമ്മു കാശ്മീരിൽ പഠിച്ചില്ല, വിന്റർ ക്യാപിറ്റൽ സമ്മർ ക്യാപിറ്റൽ എന്ന് പറയുന്ന പോലെയാണ് ട്രാൻസ്ഹ്യൂമൻസ്. അപ്പോൾ അതാണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റിന്റെ പ്രത്യേകത. ക്ലിയർ ആണോ? ഓക്കെ, വാം ടെമ്പറേറ്റ് വെസ്റ്റേൺ മാർജിൻ ക്ലൈമറ്റ്. അപ്പൊ ഇനി നമ്മൾ ഏത് ഡിസ്കസ് ചെയ്യണം? അതേ ലാറ്റിറ്റ്യൂഡിലുള്ള ഇൻ സമ്മർ ഓഫ് ഷോർ ഡ്രൈ ട്രേഡ് വിൻഡ്സ് അല്ലേ? സമ്മർ ആവുമ്പോൾ നമ്മൾ വരയ്ക്കുക. സമ്മറിൽ ഇവിടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ അല്ലേ? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സമ്മർ ആവുമ്പോൾ ആരാ? ഇവിടെ അല്ലേ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് വരുന്നത്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ മെഡിറ്ററേനിയന്റെ മുകളിലാണ്. ഇനി ഇവിടുന്ന് ഇത് ലാൻഡിലൂടെ തന്നെയല്ലേ ഈ വിൻസ് പോകുന്നത്, കടലിൽ നിന്നുള്ള വിൻസ് അല്ല. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ഇവിടെ ഡൊമിനേറ്റ് ചെയ്യുന്ന വിൻഡ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സ് കടലിൽ നിന്ന് മോയ്സ്ചർ എടുത്ത് പോയില്ലല്ലോ, കാരണം ഹൈ പ്രഷർ ആയത് കാരണം. ഡൊമിനേറ്റ് ചെയ്യുന്ന വിൻസ് ഒക്കെ ഇങ്ങനെ പോകുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ മോയ്സ്ചർ പിക്കിംഗ് ആയിരിക്കില്ല, നിലത്ത് കൂടെ പോകുന്നുണ്ട്. സോ ഹൈ പ്രഷർ ബെൽറ്റ് കടലിൽ മാത്രമല്ല. ഓക്കെ, 1 സെക്കൻഡ്. എൻറ്റയർലി ഈ ഒരു മെഡിറ്ററേനിയൻ കോസ്റ്റൽ റീജിയനിലും ഹൈ പ്രഷർ ഡോമിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അത് കാരണമാണ് ഇതിനെ ഡ്രൈ വിൻസ് എന്ന് വിളിക്കുന്നത്. ഓഫ് ഷോർ, ഓൺ ഷോർ അല്ല, ഓഫ് ഷോർ അല്ല. ഓൺ ഷോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ നിന്നും ഷോറിലേക്ക്, ഓൺ ടു ഷോർ. ഇവിടെ എന്താ എഴുതിയത്? ഇൻ സമ്മർ ഓഫ് ഷോർ ഡ്രൈ ട്രേഡ് വിൻസ്. ലാൻഡിൽ തന്നെ കറങ്ങി കളിക്കുന്ന വിൻസ് ആണ് അവിടെ കളിക്കുന്നത്, അല്ലാതെ അറ്റ്ലാന്റിക് നിന്നൊന്നും വിൻഡ് അങ്ങോട്ട് കയറുന്നില്ല. എപ്പോഴും ഓർത്തിരിക്കുക ഒരു സംഭവം, ഓൺ ഷോർ എപ്പോഴും എന്തായിരിക്കും? മോയ്സ്ചർ ആയിരിക്കും, മഴ പെയ്യിക്കും. ഓഫ് ഷോർ എപ്പോഴും ഡ്രൈ ആയിരിക്കും ആൻഡ് ഇറ്റ് വിൽ ക്രിയേറ്റ് ഡെസേർട്ട് കണ്ടീഷൻസ്. ഓക്കെ,
നോർത്ത് ഈസ്റ്റേൺ മൺസൂണിന്റെ സമയത്തെ അതെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരാൾ ചോദിച്ചു, ഇപ്പം ചില സ്ഥലത്ത് മാത്രമല്ലേ മഴ പെയ്യുന്നുള്ളൂ നോർത്ത് ഈസ്റ്റ് മൺസൂണിൽ. അപ്പോൾ തമിഴ്നാട്ടിൽ മഴ പെയ്യും, അതേതാ ഓൺ ഷോറാ. പക്ഷെ ഇവിടെ ഒന്നും മഴ പെയ്യില്ലല്ലോ, കാരണം എന്താ, ഇത് ഓഫ് ഷോർ വിൻസ് ആയത് കാരണം. അങ്ങനെയാണ്. സോ ഓഫ് ഷോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ആണ് ഒറിജിൻ തന്നെ, കടലിലൂടെ കിടന്ന മോയ്സ്ചർ പിക്ക് ചെയ്തിട്ടില്ല. എവിടെ കിട്ടാത്ത, ഏത് സീസണിൽ, ഏത് സീസൺ? അല്ല, നോർമലായിട്ട് മഴ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂൺ ആണോ ഉദ്ദേശിക്കുന്നത്? മൺസൂൺ സമയത്ത് ക്വസ്റ്റ്യൻ എന്താ, മൺസൂൺ സമയത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ മഴ കിട്ടാത്തതാണ്? അത് റിട്രേറ്റിംഗ് മൺസൂണാണ്. അത് യൂഷ്വലി ഇവിടെ ആയിരിക്കില്ലേ നമ്മുടെ ITC സെറ്റ്, അതാണല്ലോ സൗത്ത് വെസ്റ്റ് മൺസൂൺ. എന്നിട്ട് എന്ത് സംഭവിക്കും, ഈ ITC സെറ്റ് താഴെ വരുമ്പോൾ ഇവിടെ പകരം ആരാവും, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് കയറി, ഹൈ പ്രഷറാ. ഈ ഹൈ പ്രഷർ ടു ITC സെറ്റ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും വിൻഡ് വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? മോയ്സ്ചർ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ വിൻസ് ആണ് ഓഫ് ഷോർ വിൻസ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ മെഡിറ്ററേനിയൻ റീജിയണിലും എന്താ സംഭവിക്കുന്നത്, ഈ സമ്മർ സീസണിൽ അത് കൂടെ പോകുന്ന വിൻഡ് എല്ലാം കടലിൽ നിന്ന് വരുന്ന വിൻഡ് അല്ല, ലാൻഡ് കരയിലൂടെ പോകുന്ന ട്രേഡ് വിൻസ്. യെസ്, ഓക്കെ, കിട്ടിയോ? ഓൾറൈറ്റ്. ഓക്കെ, സോ ഈ മെഡിറ്ററേനിയൻ എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് ഇൻ മെഡിറ്ററേനിയൻ ഓൾസോ, അതും ഓർത്തിരിക്കണം. ഈ ഇപ്പം നേരത്തെ നമ്മൾ സവന്ന പല സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞില്ലേ, അതേപോലെ സെയിം ലാറ്റിറ്റ്യൂഡ് പിടിക്കുന്ന സ്ഥലങ്ങളിലും ഉണ്ട്. നമുക്ക് എൻറ്റയർലി മെഡിറ്ററേനിയൻ സീ വെച്ച് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അതുകൂടി ഓർക്കുക, മനസ്സിലായോ? സോ മെഡിറ്ററേനിയൻ റീജിയൻസ് വേറെ എവിടെ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എവിടെ ഉണ്ട്? ഒന്ന് നമ്മുടെ മെഡിറ്ററേനിയനിൽ തന്നെ. ഓക്കെ, പിന്നെ നോർത്ത് അമേരിക്കയിലെ കാലിഫോർണിയ, സാൻ ഫ്രാൻസിസ്കോ, വെസ്റ്റ് കോസ്റ്റിൻ്റെ ആ ഒരു ഏരിയ. ആഫ്രിക്കയിലുണ്ട്, ഓസ്ട്രേലിയ. ഓക്കെ, സോ ജസ്റ്റ് റീഡ് ദീസ് ലേറ്റർ ഏരിയാസ്. ഇങ്ങനെയൊന്നും പെറുക്കി ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ദേ വിൽ ആസ്ക് ഓൺ ഓവറായിട്ടുള്ള ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ വാം ടെമ്പറേറ്റ് വെസ്റ്റേൺ മാർജിൻ ക്ലൈമറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് സെയിം ലാറ്റിറ്റ്യൂഡ് പിടിച്ച് ഈസ്റ്റിലേക്ക് പോവാം. വാം ടെമ്പറേറ്റ് ഈസ്റ്റേൺ മാർജിൻ ക്ലൈമറ്റ്. അതിന് നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. അതിപ്പോൾ ചൈനയിലാണെങ്കിൽ അതിനെ ചൈന ടൈപ്പ് എന്ന് വിളിക്കും. അതിന് വേറൊരു പേരുണ്ട്, ചൈനയിൽ മൺസൂൺ ഉണ്ടല്ലോ, അത് കാരണം ടെമ്പറേറ്റ് മൺസൂൺ ക്ലൈമറ്റ് എന്നും വിളിക്കും. സെയിം ലാറ്റിറ്റ്യൂഡ് എവിടെ ഉണ്ട്? നോർത്ത് അമേരിക്കയുടെ ഈസ്റ്റിലുണ്ട്, അത് ഗൾഫ് ഓഫ് മെക്സിക്കോ സൈഡ് അല്ലേ, അത് കാരണം അതിനെ ഗൾഫ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. പിന്നെ സദേൺ ഹെമിസ്ഫിയർ നോക്കാം. സദേൺ ഹെമിസ്ഫിയറിലെ മിഡ് ലാറ്റിറ്റ്യൂഡിനൽ വാം ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നാറ്റൽ നമ്മൾ മോഡേൺ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടില്ലേ, നാറ്റൽ കോൺഗ്രസോ അല്ലേ, ഇപ്പം നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ. സോ അവിടുത്തെ അങ്ങനെ 3 ടൈപ്പാണ്, ട്രോപ്പിക്കൽ, ഈസ്റ്റ്, വാം ടെമ്പറേറ്റ് ഈസ്റ്റേൺ മാർജിൻ ക്ലൈമറ്റ്. നമുക്ക് ഓരോന്ന് നോക്കാം. ചൈനയുടെ കേസ്, ചൈനയുടെ കേസ് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമ്മറിൽ ഇങ്ങനെയാണല്ലോ ചൈന. ജസ്റ്റ് ഇമാജിൻ, ഈസ്റ്റ് കോസ്റ്റ് ആണല്ലോ അല്ലേ ചൈന, ഊഹിക്കുക. സോ ചൈനയിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറക്കി പോയിട്ടില്ല, ചൈന ഈസ് കുറച്ചുകൂടി ട്രോപ്പിക്കൽ ഈ ഒരു ഏരിയ. ജസ്റ്റ് കൺസിഡർ ലൈക്ക് ദിസ്, ഈ ഒരു ഏരിയ. സോ ദർ ഇസ് ടിബറ്റൻ പ്ലാറ്റോ, ടിബറ്റ് ചൈനയുടെ ഭാഗമാണ്. സമ്മറിൽ ഇൻറ്റൻസ്ലി ഹീറ്റഡ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ITC സെറ്റ് ഒക്കെ കാരണം. സോ ഇൻ സമ്മർ ദിസ് ഏരിയ ഇസ് സൂപ്പർ ഹീറ്റഡ്. സൂപ്പർ ഹീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ലോ പ്രഷർ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഓൺഷോർ വിൻസ് ആൻഡ് ഓൾസോ മൺസൂണും. സമ്മറിൽ ഇന്ത്യക്ക് മഴ കിട്ടുന്ന പോലെ തന്നെ ചൈനയിൽ മഴയുണ്ട് സമ്മറിൽ. അതാണ് ചൈനയുടെ പ്രത്യേകത. ഇനി ഇത് വിന്റർ ആക്കി നോക്കൂ, കൺസിഡർ ചെയ്ത് നോക്കൂ. അപ്പം പ്രഷർ ബെൽറ്റ് മാറി ഇവിടെ ആരാ വരുന്നത്? ഇൻലാൻഡ്, സൈബീരിയ, റഷ്യ, ഒരു ഏരിയയിലൊക്കെ മംഗോളിയ, ഹൈ പ്രഷർ ആവും. പിന്നെ അവിടുന്ന് ഈ കോസ്റ്റ്, ചൈനയുടെ ഈ കോസ്റ്റ് ഉണ്ടല്ലോ, അവിടേക്ക് വരുന്ന വിൻസ് ഡ്രൈ, ഓഫ് ഷോർ ആൻഡ് കോൾഡ് വിൻസ് ആയിരിക്കും. അത്ര കോൾഡ് അല്ല, കുറച്ചുകൂടി ഹയർ ലാറ്റിറ്റ്യൂഡ് പോയാൽ സൈബീരിയ എന്നൊക്കെ വരുന്ന പ്രോപ്പർ കോൾഡ് വിൻസ് ആയിരിക്കും. പക്ഷേ സോ ബേസിക്കലി ഓഫ് ഷോർ ഡ്രൈ വിൻസ് ആയിരിക്കും വിന്റർ സീസണിൽ ചൈനയിൽ. അതാണ് പ്രത്യേകത, ചൈനയുടെ പ്രത്യേകത. സമ്മറിൽ ഓൺഷോർ വിൻസ് ഓൾസോ മൺസൂൺസ്, ഇന്ത്യക്ക് വരുന്ന പോലെ റിവേഴ്സ്. മാത്രമല്ല, അപ്പോൾ ഈ വിന്റർ സീസണിലാണെങ്കിൽ അത് റിവേഴ്സ് ചെയ്യില്ലേ. അപ്പൊ ചൈനയുടെ മൺസൂണിനെ വിളിക്കുന്ന പേരെന്താ? ചൈന ഇങ്ങനെ വരച്ചില്ലേ നമ്മൾ, ചൈനയിലേക്ക് ഇങ്ങനെ പോകുന്നു പറഞ്ഞു. അപ്പോൾ ഇതിന്റെ
ഇൻകമിങ് മൺസൂണിന്റെ പേരാണ് സൗത്ത് ഈസ്റ്റ് മൺസൂൺ. നമ്മുടേത് സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലേ? നമ്മുടെ സൗത്ത് വെസ്റ്റ് ആണ്. ചൈനയുടെ സൗത്ത് ഈസ്റ്റ് മൺസൂൺ ആണ് ഇൻകമിങ് മൺസൂൺ. റിട്രീറ്റിംഗ് മൺസൂൺ ഏതായിരിക്കും അപ്പോൾ? യെസ്, നോർത്ത് വെസ്റ്റ് മൺസൂൺ. ഇങ്ങനെയാണ് റിട്രീറ്റ് ചെയ്ത് പോവുക. അപ്പൊ ഈ മൺസൂൺ റിട്രീറ്റ് ചെയ്യുമ്പോൾ നേരത്തെ ഇന്ത്യയുടെ നോർത്തിൽ എന്തുകൊണ്ട് മഴ പെയ്യുന്നില്ല എന്ന് ചോദിച്ചില്ലേ? സെയിം കണ്ടീഷൻ അല്ലേ? ഇവിടെ ലാൻഡ് ആണ്. അപ്പോൾ ഈ റിട്രീറ്റിംഗ് മൺസൂൺ സമയത്ത് കടലൊന്നുമില്ല ഇവിടെ, ലാൻഡിന്റെ മുകളിലായതുകൊണ്ട് ഓഫ് ഷോർ ഡ്രൈ വിൻഡ്സ് ആണ് ബ്ലോ ചെയ്യുന്നത് ചൈനയിൽ. സോ വിന്റർ ഈസ് യൂഷ്വലി ഡ്രൈ. പക്ഷെ ചൈനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചുകൂടി കോസ്റ്റലായത് കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് UPSC ട്രാപ്പ് ചെയ്യാൻ ഇടാൻ ചാൻസ് ഉണ്ട്. അതായത് യൂഷ്വലി ഇറ്റ് ഗെറ്റ്സ് റെയിൻഫോൾ ത്രൂ ഔട്ട് ദ ഇയർ. അത് പഠിക്കുക. യൂഷ്വലി ഇറ്റ് ഗെറ്റ്സ് റെയിൻഫോൾ ത്രൂ ഔട്ട് ദ ഇയർ. പക്ഷെ ജനറലി വിന്റർ ഈസ് യൂഷ്വലി ഡ്രൈ ആൻഡ് സമ്മേഴ്സ് ആർ ഹോട്ട് ഹ്യൂമിഡ്. ആൻഡ് എവിടെയായിരിക്കും, ഏത് സീസണിലായിരിക്കും പീക്ക് റെയിൻഫോൾ കിട്ടുക ചൈനയിൽ? സമ്മർ സീസൺ. സോ റെയിൻഫോൾ ഈസ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് ഇറ്റ് ഹാസ് സമ്മർ പീക്സ്. അതാണ് ചൈന ടൈപ്പ്. മനസ്സിലായോ? അപ്പോൾ സമ്മറിന്റെ പോയിന്റ്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, മൺസൂൺ മെക്കാനിസം ആണ്. സൗത്ത് ഈസ്റ്റ് മൺസൂൺ ആയിട്ടാണ് വരിക ബിക്കോസ് ഓഫ് ദിസ് ലോ പ്രഷർ സോൺ. ഓക്കെ. ആൻഡ് ഇന്ത്യനെ കമ്പയർ, ഇനി ഈ രണ്ട് മൺസൂൺ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ മൺസൂൺ അവരുടെ, നമ്മളുടെ ബേസ്റ്റ് ആണ്, പെട്ടെന്നൊരു ദിവസം വരും. ഇവിടെ അങ്ങനെയല്ല, ഗ്രാജുവൽ ആയിട്ട് മെല്ലെ മെല്ലെ വരുള്ളൂ. ആ ബേസ്റ്റ് ഇല്ല ചൈനീസ് മൺസൂൺ. ഓക്കെ. പിന്നെ ടൈഫൂൺസ്, ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഓഫ് അല്ലേ അവിടെ. China is leading producer in many things like rice. ഇതിനൊക്കെ കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദിസ് ഇയർ ലോങ് മഴ കിട്ടുന്നുണ്ട്. പിന്നെ അവരുടെ സമ്മർ സീസണിലും അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? മഴ കിട്ടുന്നുണ്ട്. സമ്മറിൽ മഴ ഇല്ലെങ്കിൽ പോയില്ലേ, നമുക്ക് കൃഷി നടക്കില്ലല്ലോ. ഇന്ത്യനെയും ചൈനനെയൊക്കെ ബ്ലസ് ചെയ്ത ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മറിലും മഴ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ. സോ ദാറ്റ് ഈസ് സമ്മർ. ഇനി അതിലെ വിന്ററിൽ എന്താ നടക്കുന്നത്? ഹൈ പ്രഷർ ബെൽറ്റ് ആയിരിക്കും. ഓൾസോ നോർത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ റിട്രീറ്റിംഗ് മൺസൂൺ ആയിരിക്കും. പ്രസിപ്പിറ്റേഷൻ സ്നോ ആയിട്ടും പല രീതിയിൽ വരാം. കുറച്ചുകൂടി കോസ്റ്റൽ ആയിട്ടുള്ള സ്ഥലത്ത് എന്ത് സംഭവിക്കും? ചൈന എന്ന് പറയുന്നത് അത്രയും വലിയ രാജ്യം കൂടിയാണ്, അത് കൺസിഡർ ചെയ്യേണ്ടത്. കുറച്ചുകൂടി വലുതായതുകൊണ്ട് കോസ്റ്റൽ റീജിയനിൽ സ്നോ അല്ലാതെ യൂഷ്വൽ റെയിൻഫോളും കിട്ടും. സോ ഇയർ ലോങ് പ്രസിപ്പിറ്റേഷൻ ബട്ട് സമ്മർ പീക്ക് ഇൻ പ്രസിപ്പിറ്റേഷൻ ആസ് വെൽ ആസ് വിന്റർ ആർ യൂഷ്വലി ഡ്രൈ. അതാണ് ചൈന. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ തന്നെ, അതായത് വാം ടെമ്പറേറ്റ് ഈസ്റ്റേൺ മാർജിൻ ക്ലൈമറ്റ് നോർത്ത് അമേരിക്കയിൽ കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ ഗൾഫ് ടൈപ്പ് എന്ന് വിളിക്കും. ഗൾഫ് ഓഫ് മെക്സിക്കോ ആ ഒരു സൈഡിൽ. അത് നമ്മൾ എവിടെ, നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിൽ കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ നാറ്റൽ ടൈപ്പ് എന്ന് വിളിക്കും. ഓക്കെ, നാറ്റൽ ടൈപ്പ്. പക്ഷെ ഇതിനും, സോ ദിസ് ഈസ് ദ ഓൺലി വൺ ടൈപ്പ് ഓഫ് ദിസ് വാം ടെമ്പറേറ്റ് ഈസ്റ്റേൺ മാർജിൻ ഇൻ സദേൺ ഹെമിസ്ഫിയർ. നോർത്തിൽ ആരൊക്കെ ഉണ്ട്? ഗൾഫും ഉണ്ട്, ചൈനയുണ്ട് അല്ലേ? പക്ഷെ ദിസ് ഗൈ ഇസ് ഡിഫറെന്റ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സദേൺ ഹെമിസ്ഫിയർ നോക്കൂ. സദേൺ ഹെമിസ്ഫിയറിൽ ഒന്നാമത് എന്ന് പറഞ്ഞാൽ കൂടുതൽ മാരിടൈം എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു പ്രോപ്പർ വിന്റർ ഡ്രൈ അല്ലെങ്കിൽ ഡ്രൈ വിന്റർ എവിടെ ഉണ്ടാവില്ല? നാറ്റലിൽ ഉണ്ടാവില്ല. പകരം മുകളിലെ രണ്ട് റീജിയൻസിനും വിന്റേഴ്സ് ആർ യൂഷ്വലി ഡ്രൈ. ഇവിടെ ത്രൂ ഔട്ട് മഴ കിട്ടും ബിക്കോസ് ദ ഓഷ്യൻസ് ആർ മച്ച് ക്ലോസർ, മാരിടൈം എഫക്ട്. സോ അൺലൈക്ക് ഇറ്റ്സ് നോർത്തേൺ ഹെമിസ്ഫിയർ കൗണ്ടർ പാർട്സ്, ഇറ്റ് റിസീവ്സ് കൺസിസ്റ്റന്റ് റെയിൻഫോൾ ഇയർ റൗണ്ട് ഫ്രം ദി ഓൺഷോർ. ഓൺഷോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡ്സ് കമ്മിങ് ഫ്രം ദി ഓഷ്യൻസ്. ഓക്കെ, അത്രേ ഉള്ളൂ. അതാണ് വാം ടെമ്പറേറ്റ് വെസ്റ്റേൺ മാർജിൻ ഓർ മെഡിറ്ററേനിയനും വാം ടെമ്പറേറ്റ് ഈസ്റ്റേൺ മാർജിൻ അല്ലെങ്കിൽ ചൈനീസ് ടൈപ്പ്. ഇനി നമുക്ക് ഒന്നും കൂടി ലാറ്റിറ്റ്യൂഡ് മുകളിലേക്ക് പോവാം. അപ്പോൾ ആരെ ഡിസ്കസ് ചെയ്യണം? നമ്മൾ ബ്രിട്ടീഷ് ടൈപ്പിനെ ഡിസ്കസ് ചെയ്യണം. ഞാൻ പറഞ്ഞു ബ്രിട്ടീഷ് ഈസ് മോർ ക്ലോസ് ടുവേർഡ്സ് പോൾസ്. അത് കാരണം അതിനെ നമ്മൾ എന്ത് വിളിക്കും? കൂൾ ടെമ്പറേറ്റ് വെസ്റ്റേൺ മാർജിൻ ക്ലൈമറ്റ് എന്ന് വിളിക്കും. ഓക്കെ, കൂൾ ടെമ്പറേറ്റ്. അപ്പോൾ ഐഡിയലി അതിപ്പോൾ തിയറിറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഈ ബ്രിട്ടീഷിൽ വിന്റർ എങ്ങനെയായിരിക്കണം? നല്ല കോൾഡായിരിക്കണം അല്ലേ? നല്ല കോൾഡായിരിക്കണം. ആൻഡ് സമ്മറിന് അത്ര വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാവരുത്, കാരണം അത് പോൾ തീരുമാനിക്കണം അതിന്റെ വെതർ അല്ലേ? പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്റേഴ്സ് ആർ നോട്ട് ദാറ്റ് കൂൾ, സമ്മേഴ്സ് ആർ മൈൽഡ്ലി ഹോട്ട് ഓൾസോ. ദിസ് ഈസ് ബിക്കോസ് എന്താ സംഭവം? ഓഷ്യൻ കറൻസ്, വെസ്റ്റേർലീസ്. അതായത് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് ത്രൂ ഔട്ട് ദ ഇയർ എന്തുണ്ട്? വെസ്റ്റേർലീസ് ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ മെഡിറ്ററേനിയൻ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? എപ്പോഴും അങ്ങനെയല്ല. ചില സമയത്ത് അവിടെ ട്രേഡ് വിൻസ് ആയിരിക്കും, ചില സമയത്ത്, കാരണം അതൊന്നുകൂടി ട്രോപ്പിക്കൽ അല്ലേ. ഇത് എങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിന്റെ മുകളിലേ ആര് വരുള്ളൂ? ബ്രിട്ടീഷ് വരുള്ളൂ. അത് കാരണം എപ്പോഴും വെസ്റ്റേർലീസ് ആണ്. അത് മനസ്സിലായോ? ഓക്കെ, എപ്പോഴും വെസ്റ്റേർലീസ് ആണ് ഓൾ ത്രൂ ഔട്ട് ദ
ഇയർ. പക്ഷേ മെഡിറ്ററേനിയനിൽ വ്യത്യാസം വരും, കാരണം ട്രോപ്പിക്കലോട് അടുക്കുമ്പോഴല്ലേ ഈ ഒരു പ്രഷർ ബെൽറ്റിന്റെ വ്യത്യാസം. ഓക്കെ, പിന്നെ ഇവിടെ എന്തുണ്ട്, സൈക്ലോണൽ ആക്ടിവിറ്റീസ് ഉണ്ട്. കാരണം മിഡ് ലാറ്റിറ്റ്യൂഡ്സ് ഹാവ് ടോൾഡ് യു, മിഡ് ലാറ്റിറ്റ്യൂഡ്സ് ആർ ദ റീജിയൻ വേർ ടു കോൺട്രാസ്റ്റിംഗ് എയർ മാസസ് മീറ്റ് അല്ലേ. സോ അങ്ങനെയും മഴ കിട്ടും. പിന്നെ എന്താണ്, ബ്രിട്ടൻ ടൈപ്പ് ആണ്, വാം സമ്മേഴ്സ് ആണ്. കാരണം എന്താ, ഈ വെസ്റ്റേർലീസ് എന്ത് ചെയ്യും, നമ്മുടെ ഇമാജിൻ ദിസ് ഈസ് ദി സമ്മർ സീസൺ ആണെന്ന് കരുതുക, ട്രോപ്പിക് ആണല്ലോ. അപ്പൊ ഇന്ത്യൻ ഓഷ്യൻ നല്ല വാമല്ലേ, ഇന്ത്യൻ ഓഷ്യൻ അല്ലെങ്കിൽ അറ്റ്ലാന്റിക്, ഇക്വട്ടോറിയൽ ഇന്ത്യൻ ഓഷ്യൻ, ഇക്വട്ടോറിയൽ അറ്റ്ലാന്റിക് ഒക്കെ നല്ല വാമാണ്. വെസ്റ്റേർലീസ് എന്ത് ചെയ്യും, ഇവിടുന്ന് വാം വാട്ടേഴ്സ് എടുത്തിട്ട് ബ്രിട്ടീഷിൽ കൊണ്ടു കൊടുക്കും. സോ ദാറ്റ് മീൻസ് അവരുടെ സമ്മർ അത്യാവശ്യം വാമാണ്, ബിക്കോസ് വെസ്റ്റേർലീസ് വിൽ അക്യുമുലേറ്റ്. കിട്ടിയത് പറഞ്ഞ പോയിന്റ് മനസ്സിലായി. സമ്മറിൽ ദേ ആർ വാം ബിക്കോസ് വെസ്റ്റേർലീസ് വിൽ ടേക്ക് ദ വാം ട്രോപ്പിക്കൽ വാട്ടേഴ്സ്, ഓൾറെഡി ചൂടായിട്ട് ഇരിക്കുകയാണല്ലോ ട്രോപ്പിക്കൽ വാട്ടേഴ്സ്, അതിനെടുത്തിട്ട് ബ്രിട്ടീഷിൽ കൊണ്ടേ കൊടുക്കും. സോ ഫെയർലി വാം ആണ്. ഓക്കെ, ഇനി എന്താ സംഭവം, യെസ്, ഇനി മഴ ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്യുന്നത് വിന്ററിലാണ്, വിന്റർ മാക്സിമ, ഡ്യൂ ടു ഫ്രണ്ട്സ് ഏറ്റവും കൂടുതൽ ഫോം ചെയ്തത് വിന്ററിലാണ്, ബിക്കോസ് ഓഫ് ദി ടെമ്പറേച്ചർ കോൺട്രാസ്റ്റിംഗ് ടെമ്പറേച്ചേഴ്സ്. ഓക്കെ, സെറ്റ് അല്ലേ. വിന്റേഴ്സ് ആർ അബ്നോർമലി മൈൽഡ്, ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ വാർമിംഗ് എഫക്റ്റ് ആണ്. പിന്നെന്താ, ഇനി ബ്രിട്ടീഷിനെ കമ്പയർ ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് ഐലൻഡ്സ് ആണല്ലോ, റൈറ്റ്. സോ ദ വെസ്റ്റേൺ മാർജിൻസിനായിരിക്കും കൂടുതൽ മഴ കമ്പയർ ടു ദ ഈസ്റ്റേൺ, കാരണം വെസ്റ്റേർലീസ് ആണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത് മോയ്സ്ചർ. ഓക്കെ, പിന്നെ ഇവിടുത്തെ പ്രിഡോമിനന്റ് വെജിറ്റേഷൻ എന്ന് പറയുന്നത് ഡെസിഡ്വസ് ടൈപ്പ് ആണ്. അപ്പൊ ബ്രിട്ടീഷ് എന്ന് കരുതിയിട്ട് അത് പോൾസിന്റെ അടുത്താണ്, എല്ലാം കോണിഫേഴ്സ് ആണ് തെറ്റിദ്ധരിക്കരുത്. ദേ ആർ മോസ്റ്റ്ലി ബ്രോഡ് ലീഫ് ട്രീസ് ആണ് ബ്രിട്ടീഷ് ക്ലൈമറ്റിന്റെ പ്രത്യേകത, കാരണം ഇറ്റ്സ് നോട്ട് എക്സ്ട്രീംസ് അല്ലേ. ഇവിടെ ബ്രിട്ടീഷുകാർക്ക് എന്തൊക്കെ ഉണ്ട്, 4 സീസൺ ഉണ്ട്, അവർക്ക് 2 എണ്ണം പോരാ, റൈറ്റ്. സോ ദേ ഹാവ് വിന്റർ കഴിഞ്ഞ് സമ്മറിന്റെ ഇടയിലുള്ള ഇപ്പൊ നടക്കുന്നതാണ് സ്പ്രിങ്, പിന്നെ സമ്മർ കഴിഞ്ഞ് ഓട്ടം. ഈ ഓട്ടം സീസണിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ബ്രിട്ടീഷിൽ ഏറ്റവും കൂടുതൽ ഏത് ഫോറസ്റ്റ് ആണെന്നാ പറഞ്ഞത്, ഡെസിഡ്വസ്. കാരണം ഈ ഡെസിഡ്വസ് ഫോറസ്റ്റ് ആണ് ഈ ഓട്ടം സീസണിൽ ഈ ഇല പൊഴിക്കുന്നത് അല്ലേ. ആരായിട്ട്, ആൻഡ്രം വെച്ചൊന്നും കമ്പയർ ചെയ്യണ്ടാന്ന്, ഇതിങ്ങനെ പഠിച്ചാൽ പോരെ. ബ്രിട്ടീഷ് കമ്പയർ ചെയ്യുമ്പോൾ ആസ് യു സെഡ്, ഇവിടെ അതിന് പ്രോപ്പർ വിന്റർ ഒന്നും വരും. ട്രിവാൻഡ്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇക്വട്ടോറിയൽ, ഐ മീൻ മോർ ഇക്വട്ടോറിയൽ അല്ലേ, ട്രോപ്പിക്കൽ അല്ലേ. ബ്രിട്ടീഷ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർത്തിരിക്കാൻ യെസ്, അതായത് ഏത് സമയവും എന്തുണ്ട്, മാരിടൈം എഫക്റ്റ് കാരണം ഒരു മോഡറേറ്റ് വെതർ ആണ് എന്നുള്ളൊരു ഉദ്ദേശമാണോ, അങ്ങനത്തെ ഒരു ഐഡിയ ആണോ? ഓക്കെ, ഫെയർ. ഓക്കെ, ഈ ഒരു ഇല പൊഴിക്കുന്ന പരിപാടിന്റെ പേരാണ് അബ്സിഷൻ. ദാറ്റ്സ് ഇറ്റ്. അബ്സിഷൻ എന്നല്ലേ പറയാ. ഓക്കെ, സോ മാപ്പ് ഉണ്ട്, wherever the British, it's not just exactly in the British Islands, it's also found in other places like Europe, North America. അതൊന്നും അങ്ങനെ ചോദിക്കില്ല, but you can later read. Okay, slide it again. Then what we can discuss is same latitude പിടിച്ചിട്ട് ഈസ്റ്റിലേക്ക് പോവുക, അതായത് കൂൾ ടെമ്പറേറ്റ്, കൂൾ അല്ലേ വരിക, വാം അല്ലല്ലോ, കൂൾ ടെമ്പറേറ്റ് ഈസ്റ്റേൺ മാർജിൻ അല്ലെങ്കിൽ ലോറൻഷ്യൻ ക്ലൈമറ്റ്. അത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കുറച്ചുകൂടി പോളാർ ആണ്, 45-ന്റെയും 65-ന്റെയും ലാറ്റിറ്റ്യൂഡ്, നോർത്തിലും സൗത്തിലും. പക്ഷെ സൗത്തിൽ എടുക്കുമ്പോൾ പ്രശ്നം എന്താ, 45 അറൌണ്ട് 40 കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, ലാൻഡ് ഇല്ല. അത് കാരണം ഈ ലോറൻഷ്യൻ ക്ലൈമറ്റ് എവിടെ ഇല്ല, സദേൺ ഹെമിസ്ഫിയറിൽ ഇല്ല. അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. അറ്റ്ലസ് നോക്കിക്കഴിഞ്ഞാൽ ബിയോണ്ട് 45 ഡിഗ്രി സെൽഷ്യസ് അല്ല, സദേൺ ഹെമിസ്ഫിയർ ദർ ഇസ് ലെസ് ലാൻഡ്. ഓക്കെ, സോ ദർ ഇസ് നോ ലോറൻഷ്യൻ. ഇതെന്നൊക്കെ പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ക്ലൈമറ്റോളജിയാണ്. അതൊന്ന് യൂഷ്വലി, പക്ഷെ നമുക്ക് ടെസ്റ്റ് സീരീസിനൊക്കെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഒക്കെ കിട്ടാറുണ്ടല്ലേ, ലോറൻഷ്യൻ എന്നൊക്കെ. അപ്പോൾ ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തവർക്കോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉള്ളവരോ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, സ്ലൈഡ്സ് ഓൾസോ യു ക്യാൻ യൂസ് ടു മേക്ക് നോട്ട്സ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ദിസ് ഈസ് ഓൾസോ ക്ലോസ് ടുവേർഡ്സ് പോളാർ റീജിയൻസ് അല്ലെ, വെരി ക്ലോസ്. അപ്പോൾ വിന്റർ വിൽ ബി സൂപ്പർ എക്സ്ട്രീം. ആൻഡ് വി ആർ ഓൾസോ ടോക്കിംഗ് അബൌട്ട് ഏത് സൈഡാ, ഈസ്റ്റ് കോസ്റ്റ് അല്ലേ, ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ ചൈനയുടെ ഒന്നുകൂടി മുകളിൽ. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് മോർ ക്ലോസർ ടുവേർഡ്സ് ദി സൈബീരിയൻ ടുണ്ട്ര ആൻഡ് എവറിത്തിങ്. അപ്പൊ ടുണ്ട്രയുടെയും ഏകദേശം നമുക്കൊരു ബ്രിട്ടീഷ് ടുണ്ട്ര, ടൈഗ, ബ്രിട്ടീഷ് ഇതിൻ്റെയൊക്കെ ഒരു ബ്ലെൻഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതാണ് ലോറൻഷ്യൻ ക്ലൈമറ്റ്. ഓർത്തിരിക്കുക, സദേൺ ഹെമിസ്ഫിയറിൽ ഇല്ല. സോ ഇറ്റ് ഹാസ് ബോത്ത് പ്രോപ്പർട്ടീസ് ഓഫ്
മാരിടൈം ആസ് വെൽ ആസ് കോണ്ടിനെന്റൽ. കോണ്ടിനെന്റലിന്റെ എക്സാമ്പിൾ ആണ് വെരി ഫ്രിജിഡ് വിന്റർ. മാരിടൈമിന്റെ എക്സാമ്പിൾ ആണ് സമ്മറിൽ മഴ കിട്ടും ബിക്കോസ് ഓഫ് ദി ഓൺ ഷോർ വിൻഡ്സ്. അതാണ് ലോറൻഷ്യൻ ക്ലൈമറ്റിന്റെ പ്രത്യേകത. ഓക്കെ, സോ വിന്റേഴ്സ് ആർ ലോങ് ആൻഡ് ഹാർഷ് ബിക്കോസ് ഓഫ് ദി offshore winds coming from Siberia, offshore winds, while summers are warm because of the onshore winds. കടലിലെടുത്തല്ലേ മാരിടൈം എഫക്ട്. റെയിൻഫോൾ മാക്സിമം എപ്പോഴും സമ്മറിലായിരിക്കുമല്ലോ ദീസ് ലൊക്കേഷൻസ്. ചൈനയിലും സമ്മറിലാണ്, ലോറൻഷ്യനിലും സമ്മറിലാണ് ഏറ്റവും കൂടുതൽ റെയിൻഫോൾ കിട്ടുന്നത് അല്ലേ? മെഡിറ്ററേനിയനിൽ എവിടെയാ, ഏത് സീസണിലാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത്? വിന്റർ. ബ്രിട്ടീഷിലും വിന്റർ ആണ്. അപ്പോൾ ഒരു സിമിലാരിറ്റി ഇല്ലേ? വെസ്റ്റ് കോസ്റ്റിൽ എപ്പോഴും വിന്ററിലായിരിക്കും ആ മഴ കൂടുതൽ, പ്രസിപ്പിറ്റേഷൻ മാക്സിമം. ആൻഡ് ഈസ്റ്റ് കോസ്റ്റിൽ എപ്പോഴും സമ്മറിലായിരിക്കും. ഓക്കെ, സോ അതാണ് നമ്മുടെ. അങ്ങനെയെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നോക്കൂ, മനസ്സിലായെങ്കിൽ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇക്വട്ടോറിയൽ റീജിയൻ ദ ഇയർ ഈസ് ഡിവൈഡഡ് ഇൻടു 4 മെയിൻ സീസൺസ്. ഓക്കെ, ഇക്വട്ടോറിയലിൽ 4 സീസൺ. ശരിയാണോ? തെറ്റല്ലേ? ഇക്വട്ടോറിയൽ ഒറ്റ ഇതല്ലേ ഉള്ളൂ, ഇക്വട്ടോറിയൽ. അത് ഏതൊരു മഴ, കൺവെക്റ്റീവ് റെയിൻഫോൾ അല്ലേ, വേരിയേഷൻ ഇല്ല. അതായത് ആനുവൽ ടെമ്പറേച്ചർ റേഞ്ച് കൂടുതലാണോ? അല്ല, ആനുവൽ ടെമ്പറേച്ചർ റേഞ്ച് ഇസ് വെരി ലെസ് ഇൻ ഇക്വട്ടോറിയൽ അല്ലേ? സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് തെറ്റ്. ഇൻ മെഡിറ്ററേനിയൻ റീജിയൻ സമ്മർ റിസീവ്സ് മോർ റെയിൻ. തെറ്റല്ലേ? വിന്റർ അല്ലേ? ബിക്കോസ് സമ്മറിൽ എന്താ സംഭവം? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ അല്ലേ അതിന്റെ മുകളിൽ, അല്ലെങ്കിൽ ഓഫ് ഷോർ വിൻസ് എന്ന് പറയാം. സോ തെറ്റ്. ചൈന ടൈപ്പ് റെയിൻഫോൾ ഒക്കേഴ്സ് ത്രൂ ഔട്ട് ദ ഇയർ. യെസ്. Tropical highlands exhibit vertical zonation of different climates. Tropical highlands ഒരു എക്സാമ്പിൾ എടുക്കുക പെട്ടെന്ന്. ഓർ ട്രോപ്പിക്കൽ ആയിട്ട് ഒരു ഹൈലാൻഡിന്റെ എക്സാമ്പിൾ എടുത്തേ. ഊട്ടി എടുത്താൽ മതി, ദോഡാബെട്ട അല്ലേ? പീക്സ്. ഹൈലാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടൻസ്. അപ്പൊ എന്താണ്? വെർട്ടിക്കൽ സോണേഷൻ ഓഫ് ഡിഫറെന്റ് ക്ലൈമറ്റ്സ്. കറക്റ്റ് അല്ലേ? ട്രോപ്പിക്കൽ, സബ് ട്രോപ്പിക്കൽ അങ്ങനെ പോകും. കറക്റ്റ് ആണ്. സോ ദ ആൻസർ ഹിയർ ഈസ് 3N. ഓക്കെ, സോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പല പല എന്തായാലും പറയാ സോൺസ്. എങ്ങനെ പറയാം? ഓരോ സോണിലാന്ന് പറയില്ലേ? അപ്പൊ നിങ്ങളൊക്കെ ചിലപ്പോൾ ഒരു സോണിലാണ്, ചില രണ്ടുപേരും ഒരു സോണിലാണ്. ഇത് വ്യത്യസ്തരമായ ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് ഉള്ള ഏരിയാസിനാണ് സോൺ. അപ്പൊ സോണൽ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താ? യൂഷ്വലി സോണൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ലാറ്റിറ്റ്യൂഡിനൽ വേരിയേഷൻ ആണ്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് പറയാണ്, സോണൽ വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ഓഫ് എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇക്വേറ്ററിനെയും പോളിനെയും കമ്പയർ ചെയ്യുമ്പോൾ ലാറ്റിറ്റ്യൂഡിനൽ ആണ് സോണൽ യൂഷ്വലി. ഇതിൽ വെർട്ടിക്കൽ സൊണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കലി ഉള്ള പല പല ലേയേഴ്സ് ആൻഡ് ഡിഫറൻസ് ഇൻ ദി. ഓക്കെ, ഓൾറൈറ്റ്. ഇനി നമുക്ക് ഇത് നോക്കാം. സോ ക്ലൈമാറ്റിക് റീജിയൻസ് ക്ലിയർ ആണോ എല്ലാം? ഓക്കെ, സെറ്റ് അല്ലേ? ഓ, കഴിഞ്ഞില്ല, ഇനിയുണ്ട്, സോറി. യെസ്, ടൈഗ. യൂഷ്വലി ചിലപ്പോൾ ഇത് എൻവിയോൺമെന്റിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ, ബയോംസിന്റെ ക്ലാസ്സസിലായിരിക്കും ടൈഗയും ടുണ്ട്രയൊക്കെ. ക്ലൈമറ്റ് പഠിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, ബിക്കോസ് ഡിപ്പെൻസ് ഓൺ ദി അക്കാഡമി ഓൾസോ. എനിവേ നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാം? ഇത്ര നേരം നമ്മൾ പറഞ്ഞൊക്കെ മാർജിൻ ക്ലൈമറ്റുകളായിരുന്നു, കോണ്ടിനെന്റൽ അല്ല. അല്ല, ശ്രദ്ധിച്ചില്ലേ? വെസ്റ്റ്, ബ്രിട്ടീഷ്, ചൈന, അതെല്ലാം മാർജിൻ ക്ലൈമറ്റാണ്. ഇനി നമ്മൾ കോണ്ടിനെന്റൽ ക്ലൈമറ്റ് ആണ്, മാരിടൈം എഫക്റ്റ് ഇല്ലാത്ത സ്ഥലങ്ങൾ. അപ്പൊ കൂൾ, ടെമ്പറേറ്റ്. കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസർ ടുവേർഡ്സ് ദി പോൾ. ടെമ്പറേറ്റ്, ഹയർ ലാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ മിഡിൽ ലാറ്റിറ്റ്യൂഡ്, കോണ്ടിനെന്റൽ ആയിട്ടുള്ള ക്ലൈമറ്റ്. അതാണ് ടൈഗ. ടൈഗ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ കാണുന്ന ഫുൾ കോണിഫർ ഫോറസ്റ്റ് ഇല്ലേ, അല്ലെ? ഫുൾ കോണിഫേഴ്സ്, കംപ്ലീറ്റ്ലി കോണിഫേഴ്സ്. അപ്പോൾ ഇതാണ് എർത്ത് ലാർജസ്റ്റ് ടെറസ്ട്രിയൽ ബയോം എന്ന് പറയുന്നത്. കോണിഫർ ഫോറസ്റ്റ് ആണ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്, പൈൻ ഫിർ എന്നൊക്കെ പറയുന്ന പോലെ. സദേൺ ഹെമിസ്ഫിയറിൽ ടൈഗ ഉണ്ടാവും. ടൈഗ എക്സ്റ്റെൻസീവ് അല്ല, എക്സ്റ്റെൻസീവ് അല്ല. യൂഷ്വലി നമ്മളിത് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആണ് പറയല്, ദർ ഇസ് യൂഷ്വലി നോ ടൈഗ ഇൻ സദേൺ ഹെമിസ്ഫിയർ. കാരണം എന്താണ്? ടൈഗ എപ്പോഴും കോണ്ടിനെന്റൽ ആണ്. കോണിഫർ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. അതാ, കോണിഫർ ഉണ്ടായിരിക്കും സദേൺ ഹെമിസ്ഫിയറിൽ. കോണിഫർ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, കോണ്ടിനെന്റൽ ആയിട്ട് ഇരിക്കുന്ന ഇതിനെയാണ് സബ് പോളാർ. പോളാർ അല്ല, സബ് പോളാർ. ഉണ്ടോ? ഇത് ഓർക്കുക, സബ് പോളാർ. പോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായി മാറും? അത് ടുണ്ട്രയാവും അല്ലേ? കോണ്ടിനെന്റൽ പോളാർ ആണ് ആര്? ടുണ്ട്ര. കോണ്ടിനെന്റ്, ഇത് നോക്കൂ, ഇത് ടെമ്പറേറ്റ് അല്ലേ? കോണ്ടിനെന്റൽ ടെമ്പറേറ്റ്. അപ്പോൾ പോളിലേക്ക് ഇതിടില്ല.
കോണ്ടിനെന്റൽ പോളാർ ആണെങ്കിൽ ടുണ്ട്രൈ. ഇത് കോണ്ടിനെന്റൽ ടെമ്പറേറ്റ് ആണ്, കുറച്ചുകൂടി താഴെ. ടെമ്പറേറ്റ് നമുക്ക് സപ്പോളാർ എന്ന് വിളിച്ചൂടെ, പോളാർ. ഓക്കെ, അപ്പൊ ടൈഗ എവിടെ ഇല്ല? സദേൺ ഹെമിസ്ഫിയറിൽ ഇല്ല. അങ്ങനെ തന്നെ പഠിക്കുക. കോണിഫേഴ്സ് ഉണ്ട് കേട്ടോ, കൺഫ്യൂസ്ഡ് ആവരുത്. ടൈഗയിലെ ഏറ്റവും വലിയ പിന്നെ ടൈപ്പ് ഫോറസ്റ്റ് എന്ന് പറയുന്നതാണ് കോണിഫേഴ്സ്. ഓക്കെ, ഇനി ടൈഗയിലെ സോയിൽസ്, ഈ കോണിഫേഴ്സ് ഇല്ല, ഈ കോണിഫേഴ്സിന്റെ ഈ നീഡിൽസ് നിലത്ത് വീണ് കഴിഞ്ഞാൽ അതെന്ത് റിലീസ് ചെയ്യും? ചെലേറ്റിംഗ് ഏജൻസ് എന്ന് പറയും. അതായത് ഈ അസിഡിക് ആയിരിക്കും. സോയിൽ ബിക്കംസ് വെരി അസിഡിക്, പൂർ ഇൻ ന്യൂട്രീഷൻ ആവും. സോ ദിസ് സോയിൽസ് ഓഫ് ടെമ്പറേറ്റ് അല്ലെങ്കിൽ ടൈഗ സോയിൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോറി, അസിഡിക് ആണ്. സോ ദേ ആർ വെരി അസിഡിക്. ഓക്കെ, സോ ഇവിടെ വിളിക്കുന്ന സോയിലിന്റെ പേരാണ് പോഡ്സോൾസ്. നമ്മൾ സോയിൽസ് പഠിക്കുമ്പോൾ സോയിൽസിന് കുറെ ലെയർ നമ്മൾ പഠിക്കില്ലേ? ഏതൊക്കെ പഠിക്കുന്നത്? ദർ ഇസ് സംതിങ് കോൾഡ് ആസ് ഓ ലെയർ, then there is a layer, or it is also called as zone of eluviation, അല്ലേ? downward transportation. Then there is something called as zone of eluviation, അതായത് deposition. അപ്പൊ ഈ കോണിഫർ ടൈഗയിൽ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദീസ് കോണിഫർ ലീഫ്, നീഡിൽ ഷേപ്ഡ് ലീഫ് ഇവിടെ വന്ന് വീണിട്ട് ആസിഡ്സിനെ റിലീസ് ചെയ്യും. ഈ ആസിഡ് എന്ത് ചെയ്യും? ഈ ഇതിലുള്ള അയേൺ ഒക്കെ അല്ലേ, മെറ്റാലിക് ആയിട്ടുള്ളതിനെ എലുവിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ ലീച്ച് ചെയ്യും. എന്നിട്ട് ഈ ബി ലെയറിൽ ഡെപ്പോസിറ്റ് ചെയ്യും, ഒരു ഹാർഡ് പാൻ പോലെ. അതിനെ വിളിക്കുന്ന പേരാണ് പൊഡ്സോൾ. പൊഡ്സോൾ. അപ്പോൾ പൊഡ്സോളൈസേഷൻ എന്ന് പറയുന്ന സോയിൽ ഫോമിംഗ് പ്രോസസ് നടക്കുന്ന സ്ഥലവും എവിടെയാണ്? ടൈഗയിലാണ്. ഓക്കെ, പൊഡ്സോളൈസേഷൻ. So these soils are generally acidic, and you can see where is the taiga. Entirely it is in the northern hemisphere, and also here you can see ഇതിന്റെ മുകളിൽ കുറച്ച് ലാൻഡ് മാർക്ക് ചെയ്യാതെ ഇട്ടിട്ടുണ്ട്. അതായത് പോളാർ റീജിയൻ ഈസ് സംതിങ് എൽസ്. ദീസ് ആർ സബ്പോളാർ കോണ്ടിനെന്റൽ. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മൾ ഏതാ ഡിസ്കസ് ചെയ്യുന്നത്? ടുണ്ട്ര. ടുണ്ട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടിനെന്റൽ പോളാർ ക്ലൈമറ്റ്. അപ്പൊ ടുണ്ട്രയുടെ പ്രത്യേകത, ടുണ്ട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? നമ്മുടെ ആർട്ടിക് വെജിറ്റേഷൻ പോലെ അല്ലേ, പക്ക ഐസ്. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കും? സമ്മറിൽ ഈ ഐസ് ചിലപ്പോൾ മെൽറ്റ് ആവും. മെൽറ്റ് ആയാലും ഇതിന്റെ അടിയിൽ ലെറ്റ്സ് ഒരു 2-3 മീറ്റർ കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആരുണ്ടാവും? ഐസ് ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് പെർമാഫ്രോസ്റ്റ്. പെർമനന്റ് ആയിട്ട് ഫ്രോസൺ ആയിട്ട് നിൽക്കുന്ന സ്ഥലം പെർമാഫ്രോസ്റ്റ്. അപ്പൊ ഈ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് മാക്സിമം, സോ ഈ ഒരു സംഭവം നമുക്ക് എവിടെ കാണാം? ലാറ്റിറ്റ്യൂഡിനലി കാണാൻ പറ്റും അല്ലെ, ആർട്ടിക്കിലും അന്റാർട്ടിക്കയിലും ഒക്കെ. ആൾട്ടിറ്റ്യൂഡിനലിയും കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൽപൈൻ ടുണ്ട്ര. ഫോർ എക്സാമ്പിൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത PYQ, എവിടേക്കാണ് ആൽപൈൻ ടുണ്ട്ര അല്ലെങ്കിൽ ആൽപൈൻ വെജിറ്റേഷൻ എവിടേക്കാണ് കാണാൻ പറ്റുന്നത്? നന്ദാദേവി, കാഞ്ചൻജംഗ, പിന്നെ എവറസ്റ്റില്, പിന്നെ നാംഡഫയിൽ കാണാൻ പറ്റും. ന്യൂറ വാലി പറ്റുമോ? ഇല്ല, ന്യൂറ വാലിയിൽ പറ്റില്ല. ഓക്കെ, സോ അത് മനസ്സിലായോ? ടുണ്ട്ര ക്ലിയർ ഫോർ എവരിവൺ? ഓൺലൈൻ സ്റ്റുഡൻസിന് മനസ്സിലായില്ലേ? സോ ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ വിന്റർ. സമ്മറിൽ ഇത് മെൽറ്റ് ചെയ്തിട്ട് ഷോർട്ട് ഷ്രബ്സ്. ഇതാണല്ലോ നമ്മുടെ വാലി ഓഫ് ഫ്ലവേഴ്സ് അല്ലെ? നന്ദാദേവി ഇൻ സമ്മർ ഈസ് ലൈക്ക് ദിസ്. ബ്യൂട്ടിഫുൾ ആണ്, കുഞ്ഞു കുഞ്ഞു ഷ്രബ്സും കുറച്ച് എന്താ പറയാ, കുറെ പൂവൊക്കെയാണ്. അതുകൊണ്ടാണ് അതിന്റെ വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ നന്ദാദേവി ഈസ് ഓൾസോ കോൾഡ് ഡ്യൂറിങ് ദ വിന്റർ ഓൾസോ. അപ്പൊ ഈ നന്ദാദേവി ട്രക്ക് ഒക്കെ നടക്കുന്നത് എപ്പോഴാണ്? സമ്മറിലല്ലേ. സോ ദർ ഇസ് സംതിങ് കോൾഡ് ആർട്ടിക് ടുണ്ട്ര ആസ് വെൽ ആസ് ദി ആൽപൈൻ ടുണ്ട്ര. ആൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൽപ്പ് മൗണ്ടൻ ആണ്. അപ്പോൾ ആൽപൈൻ മൗണ്ടൻ ടുണ്ട്ര. ഗോട്ട് ഇറ്റ്? സോ ടുണ്ട്രയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടുണ്ട്ര എന്ന് പറയുമ്പോൾ ആർട്ടിക് സർക്കിളിന്റെ നോർത്തും അന്റാർട്ടിക് സർക്കിളിന്റെ താഴെയും. യൂഷ്വലി പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ അതെന്തായിരിക്കും? സ്നോ ആയിരിക്കും. ലെസ് ദാൻ 25. ഓക്കെ, പിന്നെന്താ? സി ദ എയർ ഈസ് സൂപ്പർ കൂൾ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഹൈ ആവും. പക്ഷെ ശരിക്കും സി വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് അവിടെ മോയ്സ്ചർ ഇവാപ്പറേഷൻ നടക്കുന്നില്ല. അത് കാരണം എയറിൽ എന്തില്ല? മോയ്സ്ചർ ഇല്ല. പക്ഷെ നമ്മൾ ദാറ്റ് ഈസ് സംതിങ് കോൾഡ് ആസ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ അറിയോ? അബ്സല്യൂട്ട് മാച്ച് അങ്ങനെയല്ല. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ എത്ര മോയ്സ്ചർ ഉണ്ട് എന്നുള്ള ചോദ്യമാണ്. അത് വെയിറ്റിലോ അതിന്റെ മാസിലോ പറയുന്നതാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. ആക്ച്വൽ ആയിട്ട് എത്ര വെള്ളം അവിടുത്തെ എയറിലുണ്ട്. റിലേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അതിനെ കമ്പാരിറ്റീവ് ആയിട്ട് പറയുന്നതാണ്, എയർ പാർസലിന്റെ സൈസ് ആയിട്ട്. അപ്പൊ ആർട്ടിക് തണുത്തൊരു സ്ഥലമായത് കാരണം എന്തില്ല? ഇവാപ്പറേഷൻ ഇല്ല. വായുവിൽ എന്തില്ല? മോയ്സ്ചർ ഇല്ല. അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഇല്ല, അധികം മോയ്സ്ചർ ഇല്ല. പക്ഷേ
കോൾഡ് ആയത് കാരണം എയർ പാർട്സിൽ ഷ്രിങ്ക് ചെയ്യും, ചെറുതാവും. അപ്പോൾ എന്ത് സംഭവിക്കും? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഹൈ ആവും, ചിലപ്പോൾ 80-70 ഒക്കെ കാണാം എയർ പാർട്സിൽ. സോ ഹൈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും ലോ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയാണ് ടുണ്ട്രയുടെ പ്രത്യേകത. ഇത് മനസ്സിലായോ? ലോ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി മനസ്സിലായോ? കാരണം ഇവാപറേഷൻ നടക്കാത്തതുകൊണ്ട് അവിടെ അധികം മോയ്സ്ചർ ഇല്ലല്ലോ. ഫസ്റ്റ് നമുക്ക് എന്താ അറിയണം? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയുടെയും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെയും ഡെഫിനിഷനിലെ ഡിഫറൻസ് നമ്മൾ പഠിക്കണം. ഇത് നമ്മൾ എപ്പോഴും പറയുന്നത് പേഴ്സൻറ്റേജിലാണ്. ഇത് നമ്മൾ കിലോയിൽ പറയേ, ലിറ്ററിൽ പറയേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. മനസ്സിലായോ? ഓക്കെ. പിന്നെന്താ? ടുണ്ട്രയിൽ ആരില്ല, ട്രീസ് ഇല്ല, പിന്നെ റൂട്ട്സിന് പെനട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, പെർമാഫ്രോസ്റ്റ്. ഓക്കെ. ഇവിടെ കാണുന്നത് മോസസ്, ലൈക്കൻസ്, ഈ പറയുന്ന സംഭവമൊക്കെയാണ്. ദാറ്റ് ഈസ് ഇറ്റ്. ഓക്കെ. ഈ ടുണ്ട്രയുടെ കോസ്റ്റൽ ലൊക്കേഷൻ ഈസ്റ്റിലും വെസ്റ്റിലും കുറച്ചുകൂടി മോഡറേറ്റിംഗ് എഫക്റ്റ് കാരണം കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഐ മീൻ കുറച്ചുകൂടി ബെറ്റർ വെജിറ്റേഷൻ. ദാറ്റ് ഈസ് ഇറ്റ് ബിക്കോസ് ഓഫ് ദ മാരിടൈം എഫക്ട്. എന്താണ്? എന്തൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ അത്? ഈ ഹ്യൂമിഡിറ്റി ആണോ? ഷ്രിങ്ക് ചെയ്ത് കുറച്ച് അതേ കുറച്ച് മോയ്സ്ചറേ ഉള്ളൂ. അത് രണ്ട് കേസ് എടുക്കുക. ഓക്കെ. ഒന്ന് ഈ ഒരു എയർ പാർസൽ ആണെന്ന് കരുതുക, പിന്നെ ഒന്ന് ഈ ഒരു എയർ പാർസൽ. പക്ഷെ രണ്ട് സ്ഥലത്തും ആകെ ഇത്ര വെള്ളമേ ഉള്ളൂ. ഓക്കെ. ടുണ്ട്ര, ഇതാണ് ടുണ്ട്രയുടെ എയർ പാർസൽ. ഇതാണ് പിന്നെ ട്രോപ്പിക്കൽ എയർ പാർസൽ. ഇവിടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറവാണ്. ടുണ്ട്രയിൽ പക്ഷേ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുതലാണ് ബിക്കോസ് ഓഫ് എയർ പാർസലിൻ്റെ സൈസ് കുറവാണ്. പക്ഷെ ഇവിടുത്തെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ലെറ്റ്സ് ഈ ഒരു എക്സാമ്പിൾ സെയിം അല്ലേ? കാരണം രണ്ടിലും 1 ml വെള്ളമേ ഉള്ളൂ. ലെറ്റ്സ് മനസ്സിലായി? അതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി തമ്മിലുള്ള ഡിഫറൻസ്. ഓൾറൈറ്റ്. ഇനി ടുണ്ട്ര സോയിൽ, ഇത് ഈ തണുപ്പ് കാരണം എന്ത് സംഭവിക്കും? ഡീകമ്പോസിഷൻ റേറ്റ്. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു സമ്മറിൽ കുറച്ച് ഓർഗാനിക് മെറ്റീരിയൽസ് എല്ലാം വരും, ഓർഗാനിക് മാറ്റർ അക്യുമുലേറ്റ് ചെയ്യും, ഡീകമ്പോസിഷൻ ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ എന്ത് സംഭവിക്കും? തണുപ്പ് വരും, അത് ഡിലേ ആവും. ഇപ്പൊ ടുണ്ട്ര സോയിൽ എപ്പോഴും കുറച്ച് ഇങ്ങനെ ഓർഗാനിക് മാറ്റർ ഹൈ ആയിട്ട് ഡികമ്പോസിഷൻ റേറ്റ് സ്ലോ ആയിട്ടുള്ള ടൈപ്പ് സോയിലാണ്. ഈ ടോപ്പ് ലെയർ എപ്പോഴും അങ്ങോട്ട് പിന്നെ ഈ ഐസ് മെൽറ്റ് ആവും, പിന്നെ ഐസ് വരും, അങ്ങനെ പറയില്ലേ? ആ ലെയറിന്റെ പേരാണ് ആക്റ്റീവ് ലെയർ. ദ ടോപ്പ് ലെയർ ഈസ് കോൾഡ് ആസ് ആക്റ്റീവ് ലെയർ ബിക്കോസ് ക്ലൈമറ്റിക്കലി ആക്റ്റീവ് ആണ്. സമ്മറിൽ മെൽറ്റ് ചെയ്യുന്നു, അതായത് ടോപ്പ് സോയിൽ സമ്മറിൽ മെൽറ്റ് ചെയ്യും, വിന്ററിൽ പിന്നെ ഐസ് ആവും. സോ വെരി ആക്റ്റീവ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ നമ്മൾ വെതറിങ് പഠിച്ചിട്ടില്ലേ? തോ ആൻഡ് കംപ്രഷൻ, എക്സ്റ്റൻഷൻ, ആ ഒരു പരിപാടി. അപ്പോൾ ഈ സോയിൽ ചേൺ ചെയ്യും, കിടന്നിട്ട് സെൽഫ് ചേൺ ചെയ്യും. അതിനാണ് നമ്മൾ ക്രയോ ടർബേഷൻ അല്ലെങ്കിൽ ക്രയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐസ് അല്ലേ? അപ്പോൾ ക്രയോസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിൽ, ക്രയോ ഐസ് കണ്ടീഷൻസുള്ള സോയിലിനെയാണ് ക്രയോസോൾ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ടേം ഉണ്ട് ക്രയോ ടർബേഷൻ. ഓക്കെ. സോ ജസ്റ്റ് ഓർത്തിരിക്കുക, ക്രയോ ടർബേഷൻ എവിടെയെങ്കിലും കേട്ടാണ്. ഇതിങ്ങനെ ഫ്രീക്വന്റ് ടോയിങ് ആൻഡ് ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രയോ ടർബേഷൻ. ഓക്കെ. സോ ദേ ഹാവ് ഹൈ അക്യുമുലേറ്റഡ് soil organic matter. Yeah. Mild. Yes, mild. Next നമുക്ക് സോയിൽസ് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് ബയോജിയോഗ്രഫി. ഓക്കെ. ക്ലൈമറ്റ്, ഐ ഹോപ്പ് ക്ലൈമറ്റോളജി ഈസ് ക്ലിയർ. ഓക്കെ. പിന്നീട് നമ്മൾ ഇതിന് മുന്നത്തെ സെഷനിൽ ഐ വാസ് എ ബിറ്റ് ഫാസ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊന്നും എഴുതി വെക്കുകയാണെങ്കിൽ ഐ ക്യാൻ ലേറ്റർ ടെൽ ടു യു. ഞാൻ എൻ്റെ ഒരു മനസ്സിൽ നിങ്ങളിൽ യു ഗൈസ് ന്യൂ എന്നുള്ളൊരു കൺസിഡറേഷനിൽ പോയതാണ്. സോ വി ആർ ഗോയിങ് സ്ലോവർ. ലെറ്റ്സ് ഗോ സ്ലോവർ. ഓക്കെ. ഇത് ഓക്കെ അല്ലേ പേസ്? ഓക്കെ, ഫെയർ. അപ്പോൾ നമുക്ക് അടുത്ത് സോയിൽസിനെ പറ്റി പഠിക്കാം. സോയിൽസ് നെക്സ്റ്റ് ഈസ് ഹൊറൈസൺ, സോറി ഐ മീൻ ദ ലെയേഴ്സ്. ഓക്കെ. അപ്പോൾ ടോപ്പ് ലെയർ എപ്പോഴും ഓർഗാനിക് മാറ്റർ ഉണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ഓ ലെയർ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ലാറ്ററൈറ്റ് സോയിലിന് ഓ ലെയർ ഉണ്ടോ? ഇല്ല. വൈ? ലീച്ചിങ് അല്ല. ഓർഗാനിക് ലെയർ എന്താണ്? ഹൈ ടെമ്പറേച്ചർ, ഹൈ മോയ്സ്ചർ ഉള്ളത് കാരണം ഡീകമ്പോസിഷൻ ആണ്. ഡീകമ്പോസിഷൻ നടന്നില്ലെങ്കിൽ എപ്പോഴും ഓ ലെയർ ഉണ്ടാവും അല്ലേ? ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിൽ ഓ ലെയർ ഉണ്ടാവുമോ? നല്ല കാടും ഇതൊക്കെ ഉണ്ടല്ലോ, ഓ ലെയർ ഉണ്ടാവുമോ? ഉണ്ടാവില്ല, ബിക്കോസ് ഓഫ് ദ ഹൈ മൈക്രോബിയൽ ആക്ടിവിറ്റി. ഇതാണ് UPSC ട്രാപ്പ് യൂഷ്വലി. അപ്പോൾ കോൾഡർ ക്ലൈമറ്റ്സിൽ യൂഷ്വലി ഹ്യൂമസ് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റർ എന്ത് ചെയ്യും? അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഷെർണോസം, നമ്മൾ പറയല്ലേ ഷെർണോസം, ടുണ്ട്ര, അതിലെല്ലാം എന്തുണ്ട്? ഹൈ ഓർഗാനിക് മാറ്റർ ഉണ്ട്. ഓക്കെ, കിട്ടിയില്ലേ? ട്രോപ്പിക്കൽ സോയിൽസിലൊക്കെ യൂഷ്വലി ഓർഗാനിക് മാറ്റർ കുറവായിരിക്കും ബിക്കോസ് ഓഫ് ദി
ഹൈ മൈക്രോബിയൽ ആക്ടിവിറ്റി. ഓക്കെ, ഇനി ഒരു ഈ ഓർഗാനിക് മാറ്റർ കാരണം ചെടികൾ പെട്ടെന്ന് വളരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? ശരിയാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെസിലിറ്റേറ്റ് ചെയ്യും. ഓക്കെ, ഈ ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൽബിഡോ കുറയ്ക്കും സോയിലിന്റെ. ഇതെന്ത് ചെയ്യും? റേഡിയേഷൻ അബ്സോർബ് ചെയ്യും, മോർ വാമർ ആവും സോയിൽ. ആ സമയത്ത് എന്ത് ചെയ്യാണ്? പിന്നെ ജെർമിനേഷൻ ഫാസ്റ്റ് ആവും. ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് ദി പ്ലാന്റും ഫാസ്റ്റർ ആവും. അത് ഓർത്തിരിക്കുക. സോ ഡാർക്ക് കളേർഡ് സോയിൽസ് ഹാവ് high content of organic matter and they also absorbs more solar radiation. Okay, so this is elevation and illuviation. ഇത് നമുക്ക് എന്ത് പഠിക്കാം? ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ പോറോസിറ്റി പെർമിയബിലിറ്റി നന്നായിട്ട് പഠിക്കുക. ദേ ക്യാൻ റിപ്പീറ്റ് ഈ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി പോറസ് ആയിട്ടുള്ള റോക്സ് എല്ലാം പെർമിയബിൾ ആണ്. യൂഷ്വലി പോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ കുറെ ഗ്യാപ്പ് ഉണ്ട്, ദേ ക്യാൻ ഹോൾഡ്. ഫോർ എക്സാമ്പിൾ അങ്ങനത്തെ സെഡിമെന്ററി റോക്സിലാണല്ലോ പോറസ് ആയത് കാരണമാണ് ദേ ട്രാപ്പ്. ഫോർ എക്സാമ്പിൾ ഷെയിൽ, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, പോറസ് ആണ്, ഇറ്റ് ക്യാൻ ട്രാപ്പ്. ഓക്കെ, സോ ക്ലേയുടെ പ്രത്യേകത, ക്ലേ ഇറ്റ് ഈസ് പോറസ് ആണ്, അതുകൊണ്ടാണ് വാട്ടർ ഹോൾഡിംഗ് ആണ്, പക്ഷേ പെർമിയബിലിറ്റി ഇല്ല. അതാണ് ക്ലേയുടെ പ്രത്യേകത. ഗ്രാനൈറ്റിന് യൂഷ്വലി ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ബ്രേക്ക് ആൻഡ് ഗെറ്റ് ദ വാട്ടർ ഇൻസൈഡ്. അതിനാണ് നമ്മൾ പ്രൈമറി പെർമിയബിലിറ്റി വളരെ കുറവാണെന്നാണ് ഈ ഗ്രാനൈറ്റിനെ യൂഷ്വലി പറയാറ്. പക്ഷേ ക്രാക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗ്രാനൈറ്റിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കയറാനുള്ളത്, അതിനാണ് നമ്മൾ സെക്കൻഡറി പെർമിയബിലിറ്റി. സോ യൂഷ്വലി ലോ പെർമിയബിലിറ്റി ഗ്രാനൈറ്റ്. ദെൻ ഷെയിൽ നമ്മൾ പറഞ്ഞല്ലോ പെർമിയബിൾ അല്ല, പൊട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദാറ്റ്സ് വൈ ഷെയിൽ ഗ്യാസ് ഈസ് കോൾഡ് ആസ് അൺകൺവെൻഷണൽ അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ. യൂഷ്വൽ ടെക്നിക്ക് വെച്ച് പൊട്ടിക്കാൻ പറ്റില്ല. യു ഹാവ് ടു ബ്രേക്ക് ഇറ്റ് യൂസിങ് ഹൈഡ്രോളിക് ഫ്രാക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വെച്ച്. സോ ഇതൊക്കെയാണ് നമ്മുടെ കുറച്ച് പെർമിയബിലിറ്റി പോറോസിറ്റിയുടെ കാര്യങ്ങൾ. നമുക്ക് കുറച്ച് ഇന്ത്യയിലെ മേജർ സോയിൽസിനെ ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയിലെ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള സോയിലാണ് ആര്? അലൂവിയൽ സോയിൽ. അലൂവിയലിന്റെ പ്രത്യേകത, നമുക്ക് സോയിലിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയേണ്ടത് അതിന്റെ ഈ ഒരു സംഭവമാണ്. അതായത് 3 എക്സ്ട്രീമിറ്റീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന് ക്ലേ ടൈപ്പ് സോയിൽ, ഓക്കെ, ഒന്ന് സാൻഡി സോയിൽ. അപ്പോൾ നമ്മൾ വീടിന്റെ കൺസ്ട്രക്ഷന് ഉപയോഗിക്കുന്ന മണൽ ഉണ്ടല്ലോ, അപ്പോൾ ബീച്ചിൽ പോയാൽ കാണുന്ന മണൽ, അതിന്റെ തരികളുടെ സൈസ് വലുതാണ്. അപ്പോൾ അതിന്റെ പെർമിയബിലിറ്റി, നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന വെള്ളം താഴേക്ക് അങ്ങ് പോകും, ഹൈ പെർമിയബിലിറ്റിയാണ്. പക്ഷെ ക്ലേ സോയിൽ ഇപ്പോൾ എന്താണ്, നമ്മുടെ പാലക്കാടൊക്കെ ഉള്ള, പാലക്കാടോ നമ്മുടെ നെൽപ്പാടങ്ങളിലൊക്കെ ഉള്ള ടൈപ്പ് സോയിൽ, വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. അതുകൊണ്ടാണ് നമുക്ക് പാഡിയിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ പെർമിയബിലിറ്റി കുറവായിട്ടില്ല. ഇതിന്റെ രണ്ടിന്റെയും കൂടി മിക്സ് ആയിട്ടുള്ള ടൈപ്പ് സോയിലിനെയാണ് നമ്മൾ ലോമി എന്ന് വിളിക്കുന്നത്. ലോമി ഫീച്ചേഴ്സ് ഓഫ്, അതായത് ഐഡിയൽ ആണ്, ക്ലേ പ്രോപ്പർട്ടി ഉണ്ട്, അത് വാട്ടർ ഹോൾഡ് ചെയ്യും ചെയ്യും, വാട്ടർ യെസ് ഇറ്റ് ലൈറ്റ് പെർമിയബിലിറ്റി ചെയ്യും, അതാണ് ലോമി സോയിൽ. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന ഓരോ സോയിലും ഇതിന് ഈ ഒരു 3 എണ്ണത്തിൽ ഏതാന്ന് വെച്ച് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കാം. അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത് ലോമി സോയിലാണ്. അത് കാരണമാണ് അത് ഹൈലി ഫെർട്ടൈൽ ആവുന്നത്. ഓക്കെ, അതിന് ക്ലേ ഹോൾഡിംഗ് പ്രോപ്പർട്ടീസും ഉണ്ട്, പാസിംഗ് ഗുഡ് ഡ്രെയിനേജ് പ്രോപ്പർട്ടീസും ഉണ്ട്. ഓക്കെ, ഇന്ത്യയിലെ ഏകദേശം 43% സോയിലും എന്താണ്? അലൂവിയൽ സോയിലാണ്. ഈ അലൂവിയൽ സോയിലിനെ നമുക്ക് പല ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. അതായത് പുഴയുടെ തൊട്ട് തീരത്തുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും? ഖാദർ. ഇത് ലൈറ്റ് കളറാണ്. ഓൾഡ് ആയിട്ടുള്ള ഭങ്കർ ഉണ്ട്. ഓക്കെ, ഏറ്റവും ഫെർട്ടൈൽ ഏതാ? ഖാദർ. കാരണം എന്താ? ഫ്രഷ് മിനറൽസിന്റെ ഡെപ്പോസിഷൻ ആണ്. ഏതാണ് ഡാർക്കർ ഇൻ കളർ? ബങ്കർ ആണ് ഡാർക്കർ ഇൻ കളർ. ഓക്കെ, ഇത് ലൈറ്റർ ഇൻ കളർ ആണ്. ഇത് ഡാർക്കർ ആണെന്ന് എഴുതിയിട്ട് ഇത് കൂടുതൽ ഫെർട്ടൈൽ ആണെന്ന് ഓർക്കരുത്. അതാണ് ട്രാപ്പ്, UPC ട്രാപ്പ് അല്ലേ? മോർ ഫെർട്ടൈൽ, മോർ മിനറൽസ്, പുതിയ പൊട്ടാഷ്യം നൈട്രജനും എല്ലാ സാധനവും കാൽഷ്യം ഒക്കെ വന്ന് വീഴുന്നത് ഈ പുതിയ ഖാദർ ബെൽറ്റിലാണ്. ഓക്കെ, സോ എനിവേ, സോ ബങ്കർ ആൻഡ് ഖാദർ, they are rich in potash. ഓർത്തിരിക്കുക, നോർത്ത് ഇന്ത്യൻ സോയിൽസ് ആർ യൂഷ്വലി റിച്ച് ഇൻ പൊട്ടാഷ്. ഓക്കെ, അടുത്തത് ബ്ലാക്ക് സോയിൽ. യെസ്, വെരി ഫെർട്ടൈൽ ആണ്, തറയും ഫെർട്ടൈൽ ആണ്. അല്ല, അങ്ങനെയല്ല, അല്ല, ഖാദറും ബങ്കറും വേറൊരു കഥ, ഭാബറും തറയും വേറെ കഥയാണ്. രണ്ടും മിക്സ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് മനസ്സിലായോ? വേറെ കഥയെന്ന് പറഞ്ഞാൽ മനസ്സിലായോ അല്ലേ? എന്താ സംഭവം? അതായത് ഒരു ലെറ്റ്സ് സേ നമ്മുടെ ശിവാലിക് മൗണ്ടൻസിൽ നിന്നുമാണല്ലോ നമ്മുടെ ഈ ആന്റിസൈഡൻ റിവേഴ്സ് ഒക്കെ വന്നിട്ട് ഈ പ്ലെയിനിലേക്ക് വന്ന് വീഴുന്നത്. അപ്പോൾ വീഴുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഭാബർ, കാരണം വാട്ടർ ഡിസപ്പിയർ ആവും. കാരണം എന്താണ്?
സ്ലോപ്പ് പോയാൽ ഇനി അതിന് വെലോസിറ്റി ഇല്ല, മെല്ലെ നീങ്ങാൻ പറ്റുള്ളൂ. സ്പീഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ലോഡ് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഉള്ള ലോഡൊക്കെ ഇവിടെ ഇടും, വലിയ കല്ലൊക്കെ ഇവിടെ തന്നെ ഇടും ഫുട് ഹിൽസിൽ. അപ്പം ഇനി ഇതിൻ്റെ അടിയിൽ കൂടെ പോകാൻ പറ്റും. സ്റ്റിൽ ഇറ്റ് ക്യാൻ ക്യാരി ഫൈനർ സെഡിമെന്റ്സിനെ കുറച്ചുകൂടി ദൂരത്തേക്കൊക്കെ കൊണ്ടിടാം. ഇതിനെയാണ് തറായി എന്ന് വിളിക്കുന്നത്. ഇതെന്തായി, ബാബറായി. ഓക്കെ, സോ ഇത് വേറെ, ഇത് നമ്മൾ എന്തൊരു ലോങ് പ്രൊഫൈൽ ഓഫ് റിവറിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഖാദറും ബങ്കറും എന്താണ്, നമ്മുടെ റിവർ ബാങ്കുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെർട്ടിക്കൽ ക്രോസ് സെക്ഷനോ അല്ലേ, വെർട്ടിക്കൽ ക്രോസ് സെക്ഷൻ ആണ് നമ്മുടെ ഈ പറഞ്ഞ പിന്നെ ഖാദറും ബങ്കറും. ഇത് രണ്ടും മിക്സ് ചെയ്യരുത്. മനസ്സിലായോ? ഡൗട്ട് ചോദിച്ചാൽ ഓക്കെ. അടുത്തത് ബ്ലാക്ക് സോയിൽ. ബ്ലാക്ക് സോയിൽ നമുക്കറിയാം എവിടെയാണ് കാണുന്നത്, ഡെക്കാൻ പ്ലാറ്റോയിലെ ഹൈ ടെമ്പറേച്ചർ ലോ റെയിൻഫാൾ ഉള്ള സ്ഥലങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ആ ഒരു സൈഡിലുള്ള. ഇപ്പം എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ബസാൾട്ടിക് ആയിട്ടുള്ള ലാവ ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ സോഴ്സ്, പാരന്റ് റോക്ക്. ഓക്കെ, എന്നിട്ട് ഇത് അഗെയിൻ ഹീറ്റിംഗ് പ്രോസസ്സിൽ എക്സ്പാൻഡ് ആവും, ഇതാവും, അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഇത് പൊടിഞ്ഞ് വെതർ ചെയ്ത് ബ്ലാക്ക് സോയിലായിട്ട് മാറും. ഓക്കെ, സോ വെതറിങ് ഓഫ് ദീസ് ബസാൾട്ടിക് റോക്സ് ആണ്. റെഗുർ എന്നും ഇതിനെ വിളിക്കും. റെഗുർ മീൻസ് കോട്ടൺ. പിന്നെ ഇതിൻ്റെ നേച്ചർ എന്താ, ഇത് ക്ലേ സോയിലാണ്. ക്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഹോൾഡ് വാട്ടർ, പക്ഷെ എന്തായിരിക്കും, ബുദ്ധിമുട്ടാണ് വാട്ടറിന് ഇതിലൂടെ പാസ് ചെയ്ത് പോകാൻ. സോ ദാറ്റ് ഈസ് ക്ലേ സോയിൽ. അത് ആക്ച്വലി നന്നായില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്നൊക്കെ പറഞ്ഞാൽ ബ്ലെസ്സിങ് ആണ്. കാരണം ഈ സ്ഥലങ്ങളിൽ മഴ പെയ്യാന്ന് കരുതുക, ക്ലേ സോയിൽ അല്ലെങ്കിൽ ഈ വെള്ളം മൊത്തം പോകും, കൃഷി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഈ ബ്ലാക്ക് സോയിൽ അത് കാരണം ഈ മഹാരാഷ്ട്ര റീജിയനിൽ കുറച്ച് മഴ വന്നാലും അത് അവിടെ തന്നെ നിൽക്കും. സോ യു ക്യാൻ ഗ്രോ കോട്ടൺ. അവിടെ പോയിട്ട് ഇപ്പോൾ നമ്മൾ സാൻഡി ആയിരുന്നെങ്കിൽ എന്ത് പറ്റി കഴിഞ്ഞാൽ രാജസ്ഥാൻ പോലെ കോട്ടൺ അവിടെ ഗ്രോ ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് ലൈക്ക് എ ബ്ലെസ്സിങ്. കറക്റ്റ് സ്ഥലത്ത് എന്ത് വന്നു, ബ്ലാക്ക് സോയിൽ വന്നു. സോ ദിസ് ഈസ് ഓൾസോ സെൽഫ് ഫ്ലോയിങ് ബിക്കോസ് ഇറ്റ് വിൽ എക്സ്പാൻഡ് ആൻഡ് ഷ്രിങ്ക് ആൻഡ് അല്ലേ, അത് നമുക്ക് അറിയുന്ന കേസാണ്. ദാറ്റ് ഈസ് ബ്ലാക്ക് സോയിൽ. റിച്ച് ഇൻ, അഗെയിൻ നോർത്ത് ഇന്ത്യൻ സോയിലാണ്. ഇറ്റ് ഈസ് റിച്ച് ഇൻ, ഓൾവേസ് റിച്ച് ഇൻ പൊട്ടാഷ്. ഓക്കെ, പൊട്ടാഷ് ഇത് എപ്പോഴും ഓർക്കുക, UPSC ഇതാണ് ഫോക്കസ് ചെയ്യാറ്. സോ സ്റ്റഡി ദാറ്റ്, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ലാറ്ററൈറ്റ് സോയിൽ എവിടെ കാണുന്നത്, ഹൈ റെയിൻഫോൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലും അല്ലെ, ട്രോപ്പിക്കൽ ഹൈ റെയിൻഫോൾ. എങ്ങനെ ഈ ലാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബ്രിക്ക് എന്നാണ് ലാറ്ററിന്റെ അർത്ഥം. ലാറ്റിനിൽ ലാറ്ററിന്റെ അർത്ഥം ബ്രിക്ക് എന്നാണ്. നമ്മൾ നേരത്തെ ടൈഗയിൽ നമ്മളൊരു സോയിലിനെ പറ്റി പറഞ്ഞല്ലോ, എന്തായിരുന്നു ആ സോയിലിന്റെ പേര്, പോഡ്സോൾ. അതിന്റെ എക്സാക്ട് ഓപ്പോസിഷൻ ആണ് ലാറ്ററൈറ്റിൽ നടക്കുന്നത്. അതിനെ ലാറ്ററൈസേഷൻ അല്ലെങ്കിൽ ഡീസിലിക്കേഷൻ എന്ന് വിളിക്കാം. ഡീസിലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, യൂഷ്വലി ടോപ്പ് ലെയറിൽ ഓ ഉണ്ട്, ലാറ്ററൈറ്റ് ആണ്, ട്രോപ്പിക്കൽ ആണ്, ഓ ഇല്ല, സിഗ്നിഫിക്കന്റ് അല്ല ട്രോപ്പിക്കൽ ലൊക്കേഷൻ. പിന്നെ ആരാണുള്ള എ, ഇവിടെയാണല്ലോ ഇലൂവിയേഷൻ നടക്കുന്നത്, ബിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആരാ പറഞ്ഞത് താഴ്ത്തിക്ക് വരിക എന്ന്, ആരാ പറഞ്ഞത്, അയേൺ ഒക്കെ താഴ്ത്തിക്ക് വരുന്ന പറഞ്ഞത്, ബിക്കോസ് ഓഫ് ദാറ്റ് ചെലേറ്റിംഗ് ഏജൻസ്. പക്ഷെ ഇവിടെ എ ലെയർ, ടോപ്പ് ലെയറിൽ എപ്പോഴും ആരൊക്കെ ഉണ്ടാവും, സിലിക്കൺ ഉണ്ടാവും, സിയാലല്ലേ, അലുമിനിയം ഉണ്ടാവും, അയേൺ ഉണ്ടാവും. ഓക്കെ, ഈ സിലിക്കയുടെ പ്രത്യേകത എന്താ അറിയോ, സിലിക്കയ്ക്ക് ചൂട് ഇഷ്ടമല്ല, ചൂട് തട്ടിയ ഉരുകി താഴേക്ക് ഈസിലി മൊബൈൽ ആവും സിലിക്ക. സോ സിലിക്ക ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്ത് എപ്പോഴും വെള്ളം കൂടി വന്നു കഴിഞ്ഞാൽ അത് അതിൽ ഡിസോൾവ് ആയി എപ്പോഴും ലീച്ച് ആവും. അപ്പോൾ സിലിക്ക ഒക്കെ ഇങ്ങോട്ട് പോകും, താഴത്തെ ബി ലെയറിൽ വന്ന് ടോപ്പ് ലെയർ ബിക്കം റിച്ച് ഇൻ അയേൺ കോമ്പൗണ്ട്സ്. അങ്ങനെ ടോപ്പ് ലെയർ ബിക്കംസ് ഈ അയൺ പിന്നെ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും, ഫെറിക് ഓക്സൈഡ്സ് വരും. അതിന്റെ യൂഷ്വൽ കളർ എന്ന് പറയുന്നത് എന്താണ്, റെഡ് കളറാണ്. അതുകൊണ്ടാണ് ലാറ്ററൈറ്റ്സ് ബിക്കം റെഡ്. അപ്പോൾ ഈ ഒരു പ്രോസസ് ഈസ് ഓപ്പോസിറ്റ് ടു പൊഡ്സോളൈസേഷൻ. ദിസ് ഈസ് കോൾഡ് ആസ് ലാറ്ററൈസേഷൻ അല്ലെങ്കിൽ ഡീസിലിക്കേഷൻ. നടക്കുന്നത് എപ്പോഴും ഹൈ വാം ആൻഡ് മോയ്സ്ചർ ഉള്ള സ്ഥലത്തെ ഈ സിലിക്കയെ താഴോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, കിട്ടിയില്ലേ? അതാണ് ലാറ്ററൈറ്റ്. അപ്പോൾ ഇവിടെ ഓർഗാനിക് മാറ്റർ ഒന്നുമില്ല, ബിക്കോസ് ബാക്ടീരിയൽ ആക്ഷൻ ഈസ് വെരി ഹൈ. ഓക്കെ, അപ്പോൾ സൗത്തിലുള്ളതാണ്, അപ്പോൾ പൊട്ടാഷ് ഉണ്ടാവില്ല. they are weak in potash. ഈ ലാറ്ററൈറ്റ് സോയിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങനെ നല്ല കൃഷിക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ മോസ്റ്റ്ലി സൂട്ടബിൾ ഫോർ പ്ലാന്റേഷൻസ്, കോഫി. ഫോർ എക്സാമ്പിൾ ചിക്കമംഗ്ലൂർ. ഈ കോഫി എവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്, ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോഫി കർണാടക, ചിക്കമംഗ്ലൂർ, ഭദ്ര, ആ ഒരു മലനാട് എന്ന് പറയുന്ന സ്ഥലം നമ്മൾ പഠിക്കില്ലേ, മലനാടും മൈതാനും. സോ മലനാട് സ്ഥലങ്ങളിൽ ഓക്കെ, ഹൈ റെയിൻഫോൾ, ഹൈ ഹ്യൂമിഡിറ്റി സ്ഥലങ്ങളിൽ, റബ്ബർ, കോട്ടയം, കേരളം, സ്പൈസസ്. ഓക്കെ, ഇതിനൊക്കെയാണ് നമ്മൾ കശുവണ്ടി. യെസ്,
അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, കപ്പ അല്ലേ, ലാറ്ററൈറ്റ് സോയിൽസ്. അടുത്തത് സാലൈൻ ഓർ ആൽക്കലൈൻ സോയിൽ, ഉപ്പ് രസം കൂടുതലുള്ള എവിടെയായിരിക്കും? ഡെസേർട്ടിലാണ്, ഡ്രൈ കണ്ടീഷൻസ്. എന്താണ്, ഇവാപ്പറേഷൻ നടക്കുമ്പോൾ ഉപ്പ് അവിടെ ഇട്ടിട്ട് പോകും. അത്രയും ഇമ്പോർട്ടൻ്റ് ഇല്ല, നമുക്കറിയാലോ. നമുക്ക് ഇന്ത്യൻ NCERT പറയുന്നുണ്ട് 2 ടൈപ്പ് സോയിൽ ഉണ്ട്, ഉർവാരിയും ഉഷരി അല്ലേ, ഉർവാര ആൻഡ് ഉഷര. ഇതിലേതാ ഫെർട്ടൈൽ? ഉർവാര ഈസ് ഫെർട്ടൈൽ, ഉഷര ഈസ് അത്ര ഉഷാറല്ല. ഓക്കെ, സോ അതും കൂടി ഓർത്തിരിക്കുക. സാലൈൻ ആൻഡ് ആൽക്കലൈൻ സോയിൽ. പിന്നെ ഏതാ? പീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അല്ല, ഇത് മനസ്സിലായില്ലേ? സാലൈൻ ആൽക്കലൈൻ, ഇതിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്? ഇത് നാച്ചുറലി നടക്കും എവിടെ? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉള്ള സ്ഥലങ്ങളിൽ നടക്കും, ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങൾ. ബേസിക്കലി ഈ വാട്ടർ കാപ്പിലറി റൈസ് കാരണം മുകളിലേക്ക് വരും, ഇവാപ്പറേറ്റ് ചെയ്ത് പോകും, സാൾട്ടിനെ അവിടെ ഇട്ടിട്ട് പോകും. അതാണ് യൂഷ്വലി നടക്കുന്നത്. ഇതെങ്ങനെ? ആന്ത്രോപോജനിക് ആയിട്ട് നടക്കും. എങ്ങനെ നടക്കുക? നമ്മൾ വെറുതെ ഇലക്ട്രിക് സബ്സിഡി ഒക്കെ കൊടുത്തിട്ട് ഈ പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ എന്ത് സംഭവിച്ചു? ഗ്രീൻ റെവല്യൂഷൻ സമയത്ത് കുറേ വാട്ടർ എടുത്തിട്ട് ഇവരങ്ങ് ഫ്ലഡ് ചെയ്തു. അപ്പോൾ താഴെ ആരുണ്ട്? നമ്മുടെ വാട്ടർ ടേബിൾ ഉണ്ട് അല്ലേ, വാട്ടർ ടേബിൾ. ഇത് സാച്ചുറേറ്റ് ആയി, ഈ ഒരു ലെയർ മൊത്തം വെള്ളം സാച്ചുറേറ്റ് ആയി, രണ്ടാളും മിക്സ് ആയി. ഇവിടുത്തെ കുറേ സാൾട്ടും ഇങ്ങോട്ട് കയറി വരാൻ തുടങ്ങി, ഇവരും ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് ഈ സോയിൽ യൂഷ്വലി സാലൈനായി മാറി വന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് സാലൈൻ ആൻഡ് ആൽക്കലൈൻ സോയിൽ. അപ്പോൾ ഇതിങ്ങനെ കയറി വരുന്ന സമയത്ത് ചില സമയത്ത് എന്ത് സംഭവിക്കുക അറിയോ? സാൾട്ട് പാനുകളും ഫോം ചെയ്യും അല്ലേ, സാൾട്ട് പാൻസ്. അതിനെ വിളിക്കുന്ന പേരാണ് കങ്കർ. കേട്ടിട്ടുണ്ടോ? കങ്കർ ഓർ ഡൂറി ക്രസ്റ്റ്. ഡൂറി ക്രസ്റ്റ്. ഖാദറിലാണോ ഭങ്കറിലാണോ കങ്കർ വരുന്നത് യൂഷ്വലി? ഭങ്കറ ഖാദറോ? ഭങ്കർ അല്ലേ. ഓൾറൈറ്റ്. Then peaty, marshy, boggy soil. അപ്പോൾ these are soils which has high organic content. പീറ്റ് എന്ന് പറയുന്നത് എന്താണ്? The first state of coal formation. പീറ്റ് കഴിഞ്ഞാൽ പിന്നെ ആരാ? ലിഗ്നൈറ്റ്, പിന്നെ ബിറ്റുമിനസ്, ആന്ത്രസൈറ്റ്. ഇതാണ് ഓർഡർ ഓഫ് കോൾ ഫോർമേഷൻ. അപ്പോൾ ഓർഗാനിക് മാറ്റർ നന്നായി വന്ന് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ഈ പീറ്റി മാർഷി സോയിൽ ഉണ്ട്. കരി എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സോയിൽ ഡെൽറ്റ റീജിയൻസിൽ നമുക്ക് കാണാൻ പറ്റും. ഹൈ ഓർഗാനിക് മാറ്റർ, അത്രേ ഉള്ളൂ. അടുത്തത് ഫോറസ്റ്റ് മൗണ്ടൻ സോയിൽ. ഓക്കെ, ഫോറസ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണെന്ന് കരുതരുത്. ഇവിടെ എപ്പോഴും ഓർഗാനിക് മാറ്റർ കൂടുതലായിരിക്കും. ഇത് കൂടുതൽ ഡെസിഡസ് ടൈപ്പ് ഫോറസ്റ്റുകളിലും മലനിരകളിലുള്ള ഫോറസ്റ്റ് ഇല്ലേ, അവിടത്തെയൊക്കെ ടൈപ്പാണ്. ഫെർട്ടൈൽ ആണെന്ന് മാത്രം ഓർത്തിരിക്കുക. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിലെ സോയിൽ ഫെർട്ടൈൽ ആണോ? അല്ല, നോട്ട് ഫെർട്ടൈൽ. പക്ഷേ മൗണ്ടൻ ഫോറസ്റ്റ് സോയിൽസ് ആർ ഫെർട്ടൈൽ. പിന്നെ നമ്മുടെ തമിഴ്നാട് ഹൈ ടെമ്പറേച്ചർ ലോ റെയിൻഫാൾ റീജിയൻ ആയിട്ടുള്ള തമിഴ്നാട്ടിൽ കാണുന്ന ഒരു പ്രത്യേക സോയിലാണ് റെഡ് സോയിൽ. നമ്മൾ ഇറിഗേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സൂട്ടബിൾ. ഓക്കെ, സൂട്ടബിൾ ഫോർ എന്താ പറയുക, കൃഷി ആൻഡ് ഓൾ ദീസ് തിങ്സ്. സോ അത്രേ ഉള്ളൂ നമ്മുടെ സോയിൽസും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു